അതെ, ഞാൻ പോയി ബലരാമേട്ടനോട് പറഞ്ഞിട്ട് ഇപ്പൊ പറയണ്ട. എന്താ പിന്നെ പറയാമേ. അച്ഛനറിഞ്ഞോട്ടെ. അമ്മ ചെന്ന് പറഞ്ഞു. സന്തോഷാവട്ടെ. അയ്യോ വേണ്ടമ്മേ. എല്ലാരോടും പറയണ സന്തോഷമുള്ള കാര്യല്ലേ. ഞാൻ പോയി പറയട്ടെ. അമ്മ പോയിട്ട് പറയും. എടുക്കള്ളി പിന്നെ നോക്കട്ടെ നിന്നെ. എന്തടി? അല്ല, നിനക്കിതെങ്ങനെ മനസ്സിലായേ? അതൊക്കെ എനിക്ക് മനസ്സിലായി. എവിടെ അവള് ഛർദിച്ചു. ആണോ? എന്താ നിനക്കൊരു പരങ്ങല്? ചെലപ്പോ ഗർഭത്തിന്റെ ആയിരിക്കും. ഗർഭണ്ടായ പരങ്ങു കഴിച്ചി? ചില ഗർഭത്തിന് പരങ്ങളുണ്ടാവും. ചിലപ്പോ. അതൊരു പുതിയ കണ്ടുപിടുത്താണല്ലോ. ഈ 2 ഗർഭിണികൾക്ക് വേണ്ടിയിട്ട് പണിയെടുത്തില്ലെങ്കിൽ ഞാൻ ചാവേണ്ടി വരുമെന്നാ തോന്നുന്നു. എന്റെ ഒരു വിധിയേ. എന്താ ചേച്ചി? എന്താ എന്താ ചേച്ചി എന്താ പറഞ്ഞ പോലെ തോന്നി? ഞാനോ? എന്താ പറഞ്ഞോ? അല്ല, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്ത്? അല്ല, ഇവളുടെ ഗർഭം നമുക്കൊന്ന് സ്ഥിരീകരിക്കുമായിരുന്നെങ്കിലേ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കായിരുന്നു. എന്ത് തീരുമാനം ഉണ്ടാക്കാൻ? അല്ല, എത്ര നാളിങ്ങനെ ജോലി ചെയ്ത് കഷ്ടപ്പെടും. ജോലിയോ? അല്ല മോളെ, ഞാൻ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ നിന്റെ ഇവളുടെയും പ്രസവത്തിന്റെ ഡേറ്റ് ഏകദേശം അടുത്ത് വരുമല്ലോ. അപ്പൊ ഇത്രയും മാസം ഇങ്ങനെ പ്രസവവും പിന്നെ കുഞ്ഞുങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോ മൊത്തം നല്ല രസമായിരിക്കില്ലേ? ഭയങ്കര രസമായിരിക്കും. ചേച്ചിനെ വഴക്ക് പറയരുത്. വഴക്കൊന്നും പറയത്തില്ല, നീ കാര്യം പറ. അത് ചേച്ചി അത് പിന്നെ അത് കാര്യം പറയടി. ചേച്ചി എനിക്ക് ഗർഭമില്ല. എനിക്ക് ഗർഭമൊന്നുമില്ല. ഞാൻ ഇവിടുത്തെ പണിന്ന് 2 ദിവസം റെസ്റ്റ് കിട്ടാൻ വേണ്ടി ചുമ്മാ അഭിനയിച്ചതാ. എടി, നീ ഇതെന്താ പറയുന്നേ? പറ്റിപ്പോയി ചേച്ചി. ഇങ്ങനൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. കള്ളത്തരം പറയാൻ പറ്റുന്ന കാര്യമാണോ ഈ ഗർഭം? ഇവിടെ ഇപ്പം എനിക്ക് ഗർഭമെന്ന് പറഞ്ഞിട്ട് എല്ലാരും ആഘോഷത്തിലാ. പിന്നെ ആഘോഷിക്കാതെ പിന്നെ കരഞ്ഞോണ്ടിരിക്കണം എല്ലാരും. നീ എന്തുദ്ദേശത്തിലാ ഈ കള്ളത്തരം മുഴുവൻ പറഞ്ഞു കൂട്ടിയേ? അത് അറിയാതെ പറ്റിയതാ ചേച്ചി. അറിയാതെ പറ്റാൻ പറ്റും ചേച്ചി, നാളെ ഇക്കന്നെ ക്ലിനിക്കിൽ കൊണ്ടുപോവാ ടെസ്റ്റ് ചെയ്യാൻ. അതിന് അവിടുന്ന് ഡോക്ടർ എങ്ങാനും ഞാൻ വെറുതെ അഭിനയിച്ചാന്നുള്ള സത്യം പറഞ്ഞ അമ്പിളിക്ക് എന്നെ തല്ലി കൊല്ലും ചേച്ചി. ഇതൊക്കെ അറിഞ്ഞിട്ട് പിന്നെ നീ എന്തിനോ ഇങ്ങനെ കാണിച്ചു കൂട്ടിയേ? ഇങ്ങനെ ആവുന്ന വിചാരിച്ചില്ല. പിന്നെ എങ്ങനെയാവെന്നാ വിചാരിച്ചേ? എന്റെ ദൈവമേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ചേച്ചി എന്നെ സഹായിക്കണം. എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. വഴി പറഞ്ഞു തരാനോ? ഞാനോ? ചേച്ചിയോടല്ലാതെ ആരോട് പറയാനാ ഞാനിതിപ്പോ? എന്റെ ദൈവമേ, എനിക്ക് കേട്ടിട്ട് തന്നെ പേടിയായിട്ട്. നമ്മളിപ്പോ പോണത് എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറിന്റെ വീട്ടിലാണ്. അവിടെ ഒരു ചെറിയ ക്ലിനിക്ക് ഉണ്ട്. ഹോസ്പിറ്റലിൽ പോലെ തന്നെ എല്ലാ ടെസ്റ്റും ഒക്കെ അവിടെ നടക്കും. അവിടെ പോയി ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടർ പറയണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി. ആദ്യമുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ പുള്ളി അവിടെ വീട്ടിൽ തന്നെയാണ് നോക്കാറ്, പരിചയമുള്ളവരെയൊക്കെ. അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ട. നീ എന്താ മിണ്ടാതിരിക്കണ? ഒരു ടെൻഷൻ പോലെ എന്താ? ടെൻഷനാണോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ പറ. എന്തിനാ പേടിക്കണ? 1 2 കാര്യം പറ. എന്താണ്? പേടിയല്ലോ ഉണ്ടാ? ഒരു മിനിറ്റ്, ഒരു കോള് വന്നു, ഞാൻ നിർത്തട്ടെ. ഹലോ. ഇല്ല, ഞങ്ങള് ക്ലിനിക്കിലേക്ക് പോവുകയാണ്. അത് ഇന്നലെ ചെയ്തല്ല, നീ അവിടെ ഉണ്ടായില്ലല്ലോ. അത് ചെയ്യാ. അതിലെന്താ കുഴപ്പം? ഞങ്ങള് ക്ലിനിക്കിലേക്ക് പോവുകയാണ്. ഡോക്ടറെ കണ്ടിട്ട് ഞാൻ ഷാഹിനെ വീട്ടിലാക്കിയിട്ട് ഞാൻ വരാം. പിന്നെ അവള് ഹാപ്പിയാണ്. വണ്ടി ഓടിക്കാൻ ഞാൻ വിളിക്കാം കേട്ടാ. അതെ, ഇതാ പ്രമോദാണ്. വിവരം പറഞ്ഞിട്ട് ചെലവ് ചെയ്യാൻ വിളിക്കാണ്. ഇന്നലെ അവൻ ഉണ്ടായില്ല അവിടെ. എല്ലാവർക്കും ലഡു മേടിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞില്ലേ, അതറിഞ്ഞിട്ടാണ്. അല്ല, നിനക്കെന്താ പറയാണ്ടെന്ന് പറഞ്ഞത്? അതൊക്കെ ഞാൻ പറയാം.
അല്ല പറഞ്ഞോ നീ. ഹലോ എടാ മനോഹരൻ, നിന്നെ ഞാൻ വിളിച്ചെടുക്കാത്ത എന്താണ് നീ? എത്ര നേരമായി നിന്നെ കിടന്ന് വിളിക്കണ്? ആ ക്ലീറ്റസിന്റെ വീട്ടിൽ വൈഫൈ കിട്ടണില്ല, ഒരാഴ്ച അയാൾ വിളിച്ചോണ്ടിരിക്കണം. നിന്നോടൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ട് ചെന്നാ നീ. എടാ നിനക്ക് പണിയിൽ നിൽക്കണേ, നീ ഫോൺ എടുത്തിട്ട് അയാളോട് പറയണം ഞാനൊരു പണിയിൽ നിൽക്കണം, ഇത്ര നേരം ആകുമ്പോ വരൂന്ന്. ഞാൻ നിന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു നീ വരൂന്ന് പറഞ്ഞിട്ട് അവര് കാത്തിരിക്കുകയാണ്. എടാ നീ ഷാഹിനെ പ്രഗ്നന്റ് ആയത് എല്ലാവരോടും വിളിച്ചു പറയണ്ടല്ലോ. ആ നേരത്തിന് നിനക്ക് നിന്റെ പണി ചെയ്തൂടെ? നീ വർത്താനൊന്നും ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട. ഞാനൊരു കാര്യം ഏൽപ്പിക്കുമ്പോ നിനക്ക് ചെയ്യാൻ പറ്റൂലെങ്കിൽ നീ എന്നോട് പറയണം നിനക്കത് പറ്റൂലെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും മാർഗം നോക്കിക്കോളാം. നീ അത് ചെയ്യാന്ന് പറഞ്ഞ് ഏൽക്കുകയും ഞാൻ അവരോട് വിളിച്ചു പറയുകയും ചെയ്തിട്ട് പിന്നെ എന്നെ തെറിയേൽപ്പിക്കണ. നീ പിന്നെ എന്തിനാണ് അത് തുറന്നു അവിടെ വന്നിരിക്കണ? നീ വെച്ചോ, നീ വർത്താനൊന്നും പറയണ്ട. നീ ഇപ്പൊ തന്നെ ഒന്നില്ലേ കട്ട് ചെയ്തിട്ട് അയാളെ വിളിക്കല്ലേ അവിടെ ചെല്ല്. ഇനി അയാൾ എന്നെ എങ്ങാനും വിളിച്ചാൽ ഞാൻ വിവരം അറിയും നീ കേട്ടാ. ഫോൺ വെച്ചോ. നിനക്കെന്താ പറയണ്ടെന്ന് പറഞ്ഞത്? ഒന്നുമില്ലക്കാ. എന്തുണ്ട്? പുള്ളിക്കാരത്തിനെ കാണിക്കാൻ വന്നാ. ഇപ്പൊ എത്ര മാസമായി വൈഫ്? എത്ര മാസം അറിയില്ല, ടെസ്റ്റ് ചെയ്യാൻ വന്നാണ്. കല്യാണം കഴിഞ്ഞിട്ട് കുറെ ആയല്ലോ. ഇപ്പോഴായത് അതൊക്കെ ഒരേ ഭാഗ്യമാണ്. ഞങ്ങളിപ്പോ പെട്ടെന്ന് വേണ്ടാന്ന് കരുതിയിരിക്കുന്നു. പിന്നെ ഇപ്പൊ ആയി. നിന്നെ കണ്ടത് നന്നായി. അതേ നമ്മളിപ്പോ ഒരു പുതിയൊരു കോംബോ ഓഫർ ഇറക്കിയിട്ടുണ്ട്. ഈ കേബിളും നെറ്റും കൂടി എടുക്കണവർക്ക് ഇത്തിരി ഡിസ്കൗണ്ടിൽ കൊടുക്കാം. അപ്പൊ നിന്റെ പരിസരത്ത് ഒരു 19 കണക്ഷൻ നീ ഒന്ന് പിടിച്ചു തന്നെ. ഞാൻ പിടിച്ചു. വെറുതെ വേണ്ട, നിന്റെ വീട്ടിൽ നിന്ന് പൈസ തരണ്ട. എനിക്ക് തരണ്ട, നീ ഫ്രീ കണ്ടോ. അയ്യോ, അപ്പൊ എന്നെ കൂടാണ്ട് ഇനി ഞാൻ 49 പിടിച്ചു തന്നെ അല്ലേ? 49 നീ പിടിക്ക്, ഞാൻ അതിനുള്ള സംവിധാനം ഉണ്ടാക്കാം. എന്തായാലും ഞാനത് പിടിച്ചു തരാം. അപ്പൊ ഞാനൊന്നങ്ങനെ ചെല്ലി നോക്ക്. ശരി. അല്ല നീ എന്താ പറയാൻ പോയത്? അതിക്കാ അയ്യോ ക്ലീറ്റസ് ചേട്ടനാണ് പോയിട്ടില്ല. ക്ലീറ്റസ് ചേട്ടാ, അതെ ഞാൻ വൈഫിനായിട്ടൊന്ന് ഇല്ല ചീത്ത വിളിക്കല് ചെറിയ അതല്ല. അതെ നീ അതെ മനോ അല്ല ചേട്ടാ, ഞാനേ ഇനി വിളിക്കണ്ട. ഞാനേ വൈഫിനായിട്ട് ഹോസ്പിറ്റലിൽ വന്നതാണ്. പഠിച്ചോലെ ഇത് കുഴപ്പമാവല്ലോ. അകത്തോട്ട് ഇരുന്നോളൂ കേട്ടോ. ഷാഹിനമ്പിളി വരൂ. ഞാൻ ഇവിടുത്തെ ഇറങ്ങി അവൻ വന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വന്നോളാം. കേറിക്കോ. അത് ഞാൻ നീ കേറിക്കോ, പേടിക്കണ്ടാന്ന്. ഇല്ല ചേട്ടനോട് കേറാൻ പറഞ്ഞല്ല, അത് മനോഹരം വന്നിട്ട് കേറിക്കോളും. സിസ്റ്ററെ ഒന്ന് ഡോക്ടറെ കാണിച്ചു ചെല്ല്. ഒന്നും ചെയ്യൂല, അങ്ങോട്ട് ചെല്ലടി. കുഴപ്പമില്ല. ശരിയാ. എന്റെ ദൈവമോ, എന്താമേ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അല്ല ഞാനേ നിന്റെ കാര്യം ആലോചിക്കായിരുന്നു. എന്റെ കാര്യം? എനിക്കെന്ത് പറ്റി? അതല്ല, ഷാഹിനെയും കൂടി ഗർഭിണിയായ സ്ഥിതിക്ക് ഇനിയിപ്പൊ നിന്റെ കാര്യം കഷ്ടാവൂല്ലോ എന്ന് ആലോചിക്കായിരുന്നു ഞാനേ. രണ്ടാളെ നോക്കണ്ടേ? ഓ അങ്ങനെ. അതിപ്പോ വലിയ പ്രശ്നമാണോ അമ്മേ? 2 ഗർഭിണികളെ നോക്കാന്ന് പറയുന്നത് അതൊരു വലിയ ഭാഗ്യല്ലേ. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പിന്നെ അവരെ സംരക്ഷിക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ. അവർ രണ്ടുപേരും എന്റെ അനിയത്തിമാരല്ലേ. അമ്മ ഒന്ന് ആലോചിച്ച് വിഷമിക്കണ്ട കേട്ടോ. അങ്ങനെ വേണം, നല്ല പെൺകുട്ടികള്, എന്നാലേ കുടുംബത്തെ ഐശ്വര്യം ഉണ്ടാവുള്ളൂ. പിന്നെ ദേവികേ, ഷാഹിനെ കൊണ്ടും ഇനി അധികം പണിയൊന്നും എടുപ്പിക്കണ്ട കേട്ടാ. നീ കുമാരിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണ പോലെ ഷാഹിനയുടെ കാര്യത്തിൽ ഒരു നോട്ടം വേണം. അങ്ങനെ ഞാൻ നോക്കിക്കോളാം നമ്മോട് ഞാൻ പറഞ്ഞല്ലോ. അല്ല മാം, പിന്നെ നമ്മള് ഷാഹിനയുടെ കാര്യത്തിൽ ഉറപ്പ് പറയാറായിട്ടില്ലല്ലോ. അതെന്താ? അല്ല, അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടല്ലേ ഉള്ളൂ. ഇനിയിപ്പോ റിസൾട്ട് പോസിറ്റീവ് ആയെങ്കിലല്ലേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. അതൊക്കെ പോസിറ്റീവ് ആയിരിക്കും. അവളെ കണ്ടറിഞ്ഞൂടെ ഗർഭമുണ്ടെന്ന്? എനിക്കങ്ങനെ തോന്നിയൊന്നുമില്ല. എനിക്കെന്തോ അവളെ കാണുമ്പോഴേ ഗർഭമുള്ള പോലെ തോന്നുന്നില്ലമ്മേ. അതെങ്ങനെ കുട്ടി കണ്ടറിയാൻ പറ്റുമോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ? പിന്നല്ലാണ്ട് ഞാനങ്ങനെ എത്ര പേരുടെ ഗർഭം പറഞ്ഞിരിക്കുന്നു ഉണ്ടോന്നും ഇല്ലയോന്നൊക്കെ. അതെങ്ങനെ മോളെ?
വാ പതുക്കെ കൊണ്ടുപോടാമേ. പോടാ, അതൊക്കെ എനിക്കറിയാം. കുമാരി, അവളെ പൊന്നു പോലെ നോക്കിയേക്കണം, അവള് കൊച്ചാണ്. അപ്പോട്ടാ, കൺഗ്രാചുലേഷൻ. അതിന് എന്നോട് പറയണേ? അല്ല, ഞാൻ എന്നോട് തന്നെ പറയണം, നിങ്ങളാരും പറയണില്ലല്ലോ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഈ സമയത്ത് എപ്പോഴും ഭർത്താവ് കൂടെ വേണോ? ഷാഹിന, അതല്ല ഇവിടുന്ന് കാറിൽ ചെന്ന് അവിടെ എത്തിയപ്പോ എങ്ങനെ പോസിറ്റീവ് ആയ? ഷാഹിന, കുമാരി, അപ്പൊ കൊട്ടിലെ പാർട്ടിക്ക് 2 കുട്ടികൾ വരും കേട്ടോ. ഒന്ന് നമ്മുടെ കുട്ടിയും ഒന്ന് അമ്പിളിയുടെ കുട്ടിയും. എന്തൊരു സന്തോഷമില്ലാത്ത. എന്നെ കൃത്യമായിട്ട് അറിയുന്ന ആളുകളുടെ മുമ്പിൽ എനിക്കൊരു നല്ല മതിയുണ്ട്. അത് മതി എനിക്ക്. ഓ പങ്കിയമ്മ. അതിപ്പോ വന്നു തന്നായി. ഒരു 4 നാളികേരം അവന് പൊളിച്ചു കൊടുത്തറ. അത് അപ്പോട്ടം പൊളിച്ചോളും. അത് സംവിധാനം ചെയ്യാൻ നിൽക്കണ്ട അമ്മാവൻ. അതെ, ഞാൻ അമ്മാവനോട് ഒരു കാര്യം ചോദിക്കാമെന്നാണ്. കാശാണോ സംശയാണോ? കാശ് ചോദിക്കാൻ എന്താ, എനിക്ക് തലക്ക് വട്ടണ്ട. ഒരു ധാരണ എന്റെ മരുമക്കൾക്ക് ഉണ്ടായാ മതി. അതെ പങ്കിയമ്മ, ഒരു ശരാശരി മലയാളി പെൺകുട്ടിക്ക് ഒരു ശരാശരി ഹോസ്പിറ്റലില് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ പ്രസവിക്കണമെങ്കിൽ എന്ത് ചെലവ് വരും? എന്തിനും നമുക്ക് ചെലവ് വരുന്നത് നമുക്ക് ഇങ്ങോട്ട് കിട്ടല്ലട ചെയ്യാ, ബക്കറ്റും പൈസ ഒക്കെ. അത് ഗവൺമെന്റ് ആശുപത്രിയിലല്ലേ. ഇത് അത് വേണ്ട, ഒരു ഇത്തിരി ഗമയൊക്കെ ആയിട്ടുള്ള എല്ലാ സൗകര്യമുള്ള ഒരു ആശുപത്രിയില്. ഞാൻ അപ്പൊ നിങ്ങളുടെ 2 പ്രസവം കഴിഞ്ഞാൽ പുറത്തേക്ക് ഒരു ബക്കറ്റായി അകത്ത് പറഞ്ഞ വെക്കാലെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ ഒരു ശരാശരി പെൺകുട്ടിക്ക് ഇതിപ്പോ എന്തിനാ അമ്മാവനോട് ചോദിക്കണേ? പെണ്ണ് കെട്ടാത്ത അമ്മാവനെ എങ്ങനെ ഇതൊക്കെ പറയണേ? അത് ശരിയാണ്. അതാ അവനോട് ചോദിക്കാം, അവൻ പറഞ്ഞുതരും. കയറിയില്ല. പിന്നെ എന്തിനാണ് കുപ്പുണ്ണിയെ തോക്കിന്റെ ഇടയിൽ കയറി വെടിവെക്കണേ? ഇതൊന്ന് പറയാമോ, ഒരു കണക്കൂട്ടലിന് വേണ്ടിട്ടാണേ. ഒരു ശരാശരി മലയാളി പെൺകുട്ടിക്ക് കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ ഒരു 2 കരുതിക്കോ. 2000 രൂപ? 2000 അല്ല, 2 ലക്ഷം. 2 ലക്ഷം രൂപയോ പ്രസവിക്കാനോ? പിന്നല്ലാണ്ട്. അപ്പൊ എന്റെ നന്ദിനി രമണിയൊക്കെ ഇവിടെ 5 പൈസ ചെലവില്ലാണ്ടാണല്ലോ പ്രസവിക്കണേ. എന്നാ നീ കുമാരീനെ തൊഴുത്തിക്കൊണ്ടേ കെട്ടിക്കോ. അമ്മാവൻ അല്ലാണ്ട് പിന്നെ ഞാനെന്താ പറയണേ? 2 ലക്ഷം കുറച്ച് കൂടുതലാ. ഞാനല്ല ഹോസ്പിറ്റലിൽ നടത്തണേ. ഇതിപ്പോ കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ, കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലോ 5 ലക്ഷം. 5 ലക്ഷോ? പിന്നെന്തേ, എന്താ വിചാരിച്ച്? 5 ലക്ഷം കൊടുക്കണോ? പിന്നല്ലാണ്ട്. അപ്പൊ എന്തപ്പോ ഞാൻ കല്യാണം കഴിക്കാത്തന്നാ നിങ്ങളുടെ വിചാരം? ഇതൊക്കെ തന്നെയാ അല്ലേ? കുനിഞ്ഞെടുക്കണേ അങ്ങോട്ട്. എവിടെ പോവാ നീ? റൂമിലിരുന്ന് കഴിക്കാൻ. എടി എന്തായാലും നീ അടുക്കള വന്നല്ലേ, ആ തോരനുള്ളതെന്ന് അരിഞ്ഞു വെച്ചിട്ട് കൂടി. അയ്യോ ചേച്ചി എന്താ പറയുന്നേ? എന്തേ? എനിക്ക് വിശേഷായിരിക്കല്ലേ? അയ്യോ, ലോകത്തിൽ വേറെ ആർക്കും വിശേഷമാവാത്ത പോലെ. എടി 2 പിള്ളേരെ പ്രസവിച്ചതാ ഞാനേ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് എല്ലാ ജോലിയും ചെയ്യായിരുന്നു. എനിക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അത് ചേച്ചി എനിക്ക് ജോലി ചെയ്യാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അമ്മ കണ്ട് വഴക്കുറയില്ലേ? എന്റെ പൊന്നു മോളല്ലേ, അമ്മ വരുമ്പോഴത്തേക്കിനും നിർത്തിയാ മതിയല്ലോ. ആ തോരനൊന്നും അരിഞ്ഞു വെച്ചിട്ടോ പ്ലീസ്. ചേച്ചി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ജോലി ചെയ്യാൻ മടിയായിട്ടല്ല, പക്ഷെ അമ്മയുടെ വഴക്കൊക്കെ എനിക്ക് വയ്യ. ഒരവസരം കിട്ടിയപ്പോ നീയും മുതലെടുക്കാണോടി? നിനക്കറിഞ്ഞൂടെ ഈ വീട്ടിൽ എന്തുമാത്രം ജോലി ഉണ്ടെന്ന്? എന്തെങ്കിലും ചെയ്തു തന്നിട്ട് പോ മോളെ. ചേച്ചിക്ക് മുറുക്ക് വേണോ? കുസ്തി വെച്ചോണ്ടല്ലോ കൊണ്ടുപോടി അവളുടെ ഒരു മുറുക്ക്. പൊക്കോണെന്റെ ഈ മേലിരിക്കുന്ന മുറുക്കില്ലേ, ഇങ്ങോളം ഇങ്ങോട്ട് നോക്കിയേ, അത് നല്ല ടേസ്റ്റാ. എന്താ മക്കളെ? അല്ല, മുറുക്ക് മുറിഞ്ഞിരിക്കും. കഴിച്ചോ. മുറി കൊണ്ടുവച്ച് കഴിച്ചോ മോള് കേട്ടോ. ഞാനത് അവളോട് പറയായിരുന്നു അമ്മേ, എന്തേലും ആവശ്യമുണ്ടെങ്കിലേ മുറിയിലിരുന്ന് ദേവിയേച്ചി എന്നൊന്ന് വിളിച്ചാ മതിയെന്ന്. അതെ അതെ, വെറുതെ നടന്ന് ഇവിടെ വരെ ഒന്ന് കഷ്ടപ്പെട്ട്. അവക്കാണെങ്കിൽ ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശി. അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു. കണ്ടില്ല അമ്മ പറഞ്ഞത് ജോലി എന്തും ചെയ്യണ്ട, മോളെ റെസ്റ്റ് എടുത്തോ. ഞാൻ പോട്ടെ. ശരി. മോളെ എന്തോ അത്താഴത്തിന് ഇപ്പൊ അരി ഇടണേ ഉള്ളൂ? എന്റെ അമ്മ ജോലിയല്ല ഇവിടുത്തെ ഒന്ന് ഒതുക്കി തീർന്ന ഇപ്പോഴാ.
തുണി അലക്കിയാ? അലക്കിയല്ലോ, എന്താ ചെയ്? നാളെ മുതൽ മോള് തുണി അലക്കാൻ എടുക്കുമ്പോഴേ കുമാരിയുടെ ഷാഹിനിയുടെ മുറിയിൽ നിന്ന് അവരുടെ തുണിയും കൂടെ എടുത്തോ. ഇങ്ങനെ ഇരിക്കല്ലേ, അപ്പൊ കാനുള്ള പണിയൊന്നും ചെയ്യിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ചിലപ്പോ അമ്പിളിയുടെ പുണ്ണിയുടെ ഉണ്ടാവും, അതും കൂടി എടുത്തോ. എന്തായാലും അച്ഛന്റെ അമ്മയുടെയും തുണി മോളല്ലേ അലക്കണേ, അപ്പൊ ആ കൂട്ടത്തിൽ ഇതും കൂടെ അലക്കിക്കോ കേട്ടോ. കഷ്ടപ്പാടായി എന്റെ കുട്ടിക്കല്ലേ. അമ്മയ്ക്കും ഇങ്ങനെ തന്നെയായിരുന്നു, എപ്പോഴും പണി തന്നെയായിരുന്നു, നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാ ശരി, മോളുടെ പണി നടക്കട്ടെ. എന്താ ദേവിക? കൈ തട്ടിട്ട് ഇവിടെ സ്പൂണ് താഴെ പോയതാ. ആ സൂക്ഷിച്ച്. പരിപാടി ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. രണ്ടുപേരും റെസ്റ്റിലാച്ചിട്ടുള്ളോടത്തോളം അധ്വാനൊക്കെ ആ കുട്ടിക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ നടക്കില്ലാട്ട് ചേച്ചിന്ന് പറഞ്ഞു ഞാന്. എന്നിട്ട് അമ്മ എന്താ പറഞ്ഞേ? അപ്പൊ ചേച്ചി പറയാ, നിനക്കെന്താടാ, അവള് സന്തോഷത്തോടെ ഏറ്റെടുത്തിരിക്കുക എല്ലാ പണി. രണ്ട് അനുജത്തിമാരല്ലേ, അവര് റെസ്റ്റ് എടുക്കട്ടെ, സകല പണി ഞാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അല്ല ശരിക്കും പറഞ്ഞോണ്ടല്ലോ. അല്ല നന്നായി. അല്ല ഞാൻ ഇപ്പൊ അതുകൊണ്ട് പറഞ്ഞല്ല, അങ്ങനെ ഒരു മനസ്സ് നിനക്ക് തോന്നണല്ലോ. രണ്ടുപേരും റെസ്റ്റ് ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, വീട്ടിലെ അധ്വാനം മുഴുവൻ ഞാൻ ഏറ്റെടുക്കേണ്ടോളാണെന്നുള്ള തോന്നലുണ്ടല്ലോ, അത് എളുപ്പമല്ല കുട്ടിയെ. അത് ഗംഭീരായി, നന്നായി. അതിന് കുറ്റം പറഞ്ഞല്ല, മനസ്സിലായി. എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും. നമ്മൾ അധ്വാനിക്കണവർക്കേ ദൈവം ഉണ്ടാവും കൂടെ. അതെ. എന്താ അറിയില്ല കുട്ടി, 2 ദിവസമായിട്ടേ പങ്ക്യാമന് ഇങ്ങനെ കാപ്പത്തിന്റെ ശല്യം സഹിക്കാൻ വയ്യ. അതിപ്പോ ഈ ജാതിക്കൊക്കെ പോയിട്ട് അതിന്റെ തലനീരിറങ്ങിട്ടാ തോന്നുന്നുണ്ട്. ഇപ്പൊ ഈ സൈഡ് ഇങ്ങനെ അനക്കാൻ പറ്റണില്ല. അമ്മോനൊന്ന് ആവി പിടിച്ചൂടെ? ആദ്യം പിടിച്ചിട്ടൊന്നുമല്ലേ നടക്കണം. അയ്യോ ആദ്യമല്ല, ആവി എടുത്തൂടെ? ആവി അങ്ങനല്ല, അതിപ്പോ ജലദോഷത്തിന്റെ തുടക്കത്തിലേക്കേ പറ്റുള്ളൂ. കഫം നമ്മളിങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ആവി പിടിച്ചാണല്ലോ പഴുക്കും. അപ്പൊ അതാണ് അവസ്ഥ. ആണോ? രക്ഷയില്ല. ഇപ്പൊ അങ്ങോട്ടൊന്ന് തിരിയാൻ. എന്താ പുണ്ണി? ഇവിടെയാണോ ജ്യൂസ് കൊടുക്കണേ? അതെ ദേവകിച്ചി, കുമാരി ഷാനി അവിടെ ഇരുന്ന് ജ്യൂസ് കുടിക്കണ്ടല്ലോ. ഉണ്ട്, ഞാനാ കൊടുത്തത്. അപ്പൊ എന്താ എനിക്ക് തരാതെ? അതെന്താ അപ്പുണ്ണി ഗർഭിണിയാ? ഗർഭിണിയല്ല, പക്ഷെ ഗർഭിണിയുടെ ഭർത്താവല്ലേ. അതുകൊണ്ട് അതെ, അവരൊന്നും ഒരു പണിയും ചെയ്യില്ല, അവര് വെറുതെ റൂമിലിരിക്കുക. ഞാൻ ഈ പറമ്പിലും വീട്ടിലും എന്തൊക്കെ പണിയുണ്ട് അറിയോ? അപ്പൊ എനിക്കല്ലേ ജ്യൂസ് തരണ്ടേ? അല്ല, എന്നാ കുമാരിയോട് പറഞ്ഞിട്ടേ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യിപ്പിച്ചൂടെ അപ്പുണ്ണിക്ക്? അത് പറ്റില്ല, അവര് ഗർഭിണികളല്ലേ, അമ്മ ചീത്തോളയും. ഗർഭിണി ആയതുകൊണ്ട് അവർക്ക് ജ്യൂസ് കൊണ്ട് കൊടുക്കേണ്ടി വന്ന്. ജ്യൂസ് എല്ലാവർക്കും കുടിക്കുക, അതറിയോ? എന്താ അപ്പുണ്ണി ഇങ്ങനെ? അല്ല, ഞാനേ ഓരോ ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുമ്പോ ഇത്തിരി ജ്യൂസ് ഇട്ടെന്നല്ലേ, അതുകൊണ്ടാ അവര് കുടിക്കണണ്ടപ്പോഴാണോ നീ? അതന്നെ. എന്താണ്? അല്ല അപ്പുണ്ണിയുടെ അപ്പുണ്യ എന്താടാ? അമ്മ ഇതൊന്ന് കേക്കണം. ദേവികച്ചേ ഷാഹിനക്കും കുമാരിക്കും ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണ്ട്, എനിക്ക് മാത്രം തരുന്നില്ല. എടാ അതിന് അവര് ഗർഭിണികളല്ലേ, നിനക്ക് ഗർഭുണ്ടോ? ഇതന്നെ ദേവികച്ചൻ പറഞ്ഞത്, ഗർഭിണികൾക്ക് മാത്രമേ ജ്യൂസ് കുടിക്കാൻ പാടുള്ളൂന്നുണ്ടാ? അല്ല അങ്ങനെയല്ല, ഇപ്പൊ എല്ലാവർക്കും കൂടി നീ പശുവിന് കാടി കിടക്കുന്ന ജ്യൂസ് എടുക്കാൻ പറ്റുമോ? അതിന് എല്ലാവർക്കും വേണ്ടല്ലോ, കുമാരിക്കും പിന്നെ ഷാഹിനക്കും അപ്പുണ്ണിക്കും മാത്രം മതിയല്ലോ. എന്താ ദേവിക അമ്മേ, ഈ അമ്പിളി അനന്തേട്ടനൊക്കെ പുറത്തൊക്കെ പോകുമ്പോ ഒരുപാട് ജ്യൂസ് കുടിക്കണ്ട അമ്മേ, എനിക്ക് ജ്യൂസ് ഒന്നും കുടിക്കാൻ പറ്റില്ല. ദേവികച്ചി, ഞാൻ അവസാനമായിട്ട് ജ്യൂസ് കുടിച്ച എന്നാന്നറിയോ? 2016 അപ്പച്ചിയുടെ വീട്ടിന്റെ അവിടെ ഉത്സവത്തിന് പോയപ്പോ അമ്മക്ക് ഓർമ്മ ഉണ്ടോ? കരിച്ചക്കയുടെ ജ്യൂസ് കുടിച്ചിട്ട് അന്ന് വയറ്റുന്നോക്കൊക്കെ ആയിട്ട് അന്ന് അവസാനമായിട്ട് കുടിച്ചേ. എന്താ ചിരിക്കണേ? ഒന്നുമില്ല, ജ്യൂസ് ബാക്കി ഇരിക്കണ്ട മോളെ. അയ്യോ ഇല്ലമ്മേ. അല്ല കണ്ടോ, തീർന്നു. അതെ, ഇനി ജ്യൂസ് ഉണ്ടാക്കുമ്പോ എനിക്കും കൂടി ഉണ്ടാക്കണം. എനിക്ക് ഗർഭമില്ലാന്നുള്ളൂ, ഞാൻ ഈ വീട്ടിലെ ആളെന്നെയാ. ചെക്കൻ്റെ ഒരു കാര്യം മോളെ, അവനിങ്ങനെ പലതും വന്ന് പറയും, നീ അതൊന്നും കാര്യാക്കണ്ട കേട്ടാ. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ അപ്പുണ്ണി ചുമ്മാ പറയുന്നതെന്ന്. എല്ലാ പണിയും കൂടി നിനക്ക് നല്ല കഷ്ടപ്പാടായി അല്ലേ? കൊഴപ്പില്ലമ്മേ. ഫ്രിഡ്ജിൽ മുന്തിരി ഇരിക്കണ്ടാ? ഉണ്ടല്ലോ, കുറച്ചെടുത്തിട്ടേ ജ്യൂസ് അടിക്കേ. ഞാൻ എങ്ങനെയാണ് അതൊക്കെ വിളിച്ചു പറയണേ? അതല്ലേ നിങ്ങൾ ഞാനും വിളിച്ച് കളിക്കുക. എടാ ഈ വക കാര്യങ്ങൾ അപ്പൊ വിളിച്ചു പറയേണ്ടതല്ലേ? ശരിയാണ്, ശരിയാണെന്ന്. ഞാനൊരു പണി ഇച്ചിരി ഓട്ടത്തിലാണ്, ഞാനൊരു ഗ്യാപ്പ് കിട്ടുമ്പോ ഞാൻ സമാനമായിട്ട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ സമാധാനത്തിൽ പറയണ്ട, നീ ഇപ്പൊ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതിയത്. നീ ഇപ്പൊ തന്നെ വിളിച്ചു പറയും, കുട്ടിയത് ഓർമ്മപ്പെടുത്തണ്ടല്ലേ അത്? അല്ല ഞാൻ വിളിച്ചു തരാം, നീ പറഞ്ഞോ. അല്ലല്ല, നീ വിളിച്ചു പറയും. ആണോ? പിന്നെ ഇപ്പൊ തന്നെ വിളിച്ചു പറയും.
ഇതൊക്കെ വല്ലോരും പറഞ്ഞറിഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ നാണക്കേടാണ് അത്. അയാൾക്ക് എന്താ തോന്നുക? വാപ്പയ്ക്കൊന്നും തോന്നൂല്ല പങ്കിയാമ്മ. മിണ്ടാതിരുന്നു അവിടെ. അതൊന്നും ഓർമ്മപ്പെടുത്തിയില്ല. എന്നിട്ട് ഇപ്പൊ ന്യായീകരിക്കാൻ നിൽക്കുക. അല്ല ഇനി തർക്കം വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. ആ അത് പറയും. ആ വാപ്പ അമ്പിളിയാണ്. ഇവിടെ ഒരു വിശേഷമുണ്ട്. ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, അമ്മയെ പോലെ ഇരിക്കണം, മുഖം അമ്പിളി പോലെ തിളങ്ങണം. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അച്ഛനെ പോലെ ഇരിക്കണം, അവൻ എന്തുണ്ട്? അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോവാന്ന് പറഞ്ഞിട്ട് പാട്ട് പാടി കിടക്ക. അതെ, ഞാൻ ഓഫീസിൽ പോയിട്ട് വന്നതാണ്. ഇത്ര പെട്ടെന്നോ? കുറച്ചു നേരം വന്നിട്ട് ഞാൻ അവിടെ ചെന്ന് ചെയ്യാനുള്ള ജോലിയൊക്കെ ചെയ്ത് തീർത്ത്. അപ്പൊ നിന്റെ വാപ്പ എന്നെ തിരിച്ചു വിളിച്ചിട്ടുണ്ടായി. പാപ്പയോ? ആ മജീദക്കേ. അപ്പൊ വാപ്പ ഇവിടത്തോളം വരണുണ്ട്. പാപ്പ വരുന്നുണ്ടോ? ആ അപ്പൊ എന്തോ എന്നോട് അത്യാവശ്യമായിട്ട് പറയാനുണ്ട്, വീട്ടിൽ കാണണോന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്ത് പറയാൻ? എന്താന്നറിയാൻ പാടില്ല, ഞാൻ അച്ഛനാകാൻ പോണല്ലേ. അപ്പൊ എന്തെങ്കിലും കാര്യമായിട്ട് തന്നെ ഏൽപ്പിക്കാനായിരിക്കുള്ളൂ. അമ്പിളിക്ക് അതൊന്നും ആയിരിക്കൂല. പിന്നെ അപ്പൊ വാപ്പ എന്തേലും തരുമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കിടക്കല്ലേ? ആ നിന്റെ വാപ്പ ഒരുപാട് തരും. ആർക്കും വേണ്ടാത്ത മീനൊക്കെ കൊണ്ടുവന്ന് തരല്ലാതെ 10 പൈസ തൊടിയിക്കൂല. എടി അതൊന്നും അല്ലടി, വാപ്പ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരല്ലേ. അപ്പൊ ചിലപ്പോ എളിയമ്മ ഉണ്ടാവും കൂടാ. അപ്പൊ ഞാൻ കുറച്ച് പലഹാരമൊക്കെ മേടിച്ചുകൊണ്ടെന്ന് അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. ആ അപ്പൊ അവര് സന്തോഷമായിട്ട് വന്ന് പോട്ടെ. പിന്നെ ഞാൻ അങ്ങോട്ട് പോണ വഴിയേ മറ്റേ ആ ഫർണിച്ചർ വർക്ക്ഷോപ്പില്ലേ, അവിടെ ഇങ്ങനെ മരത്തിന്റെ ഒരു തൊട്ടില് കണ്ടിട്ടുണ്ട്. അത് മേടിച്ചാലോ? അതൊന്നും ഇപ്പൊ വേണ്ടിക്ക, സമയാവട്ടെ. ഇല്ലാന്ന് ഇപ്പൊ പറഞ്ഞാലേ സമയമാകുമ്പോഴേക്കും അയാൾ പണിത് തരുള്ളൂ. അതാകുമ്പോ ദൂരെ കൊണ്ട് വെച്ചിട്ട് ഒരു വള്ളി കെട്ടിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ വലിച്ചാട്ടി കളിക്ക. അതെ അവര് വന്നു പറഞ്ഞ വന്നേ. കുമാരി എന്തോ ഉറങ്ങിയില്ലേ? ആഹാ കുമാരി, ഇതെന്തെങ്ങനെ സങ്കടപ്പെട്ടിരിക്കണേ? ഒന്നുമില്ല പുണ്ണേട്ടാ. ഒന്നുമില്ലാന്നോ? ആ മുഖം കണ്ടാ എനിക്ക് അറിയാലോ സങ്കടം ഉണ്ടെന്ന്. ഞാൻ ഇങ്ങനെ ഷൈനയുടെ വാപ്പയൊക്കെ വന്ന കാര്യം ആലോചിക്കായിരുന്നു. എന്താ ആലോചിക്കാൻ? ഒന്നുമില്ല, അവര് വന്നപ്പോ കൊറേ സാധനങ്ങളൊക്കെ ആയിട്ടാ വന്നേ. ആ ഷൈനയുടെ വാപ്പ വന്നപ്പോഴേ എനിക്ക് ഇവിടെ ഉണ്ടാവാൻ പറ്റില്ല. ഞാൻ സൊസൈറ്റിയിൽ പോയിട്ട് അവിടെ വൈകി. അവിടെ ഒരുപാട് നേരം അവിടെ ഇരിക്കേണ്ടി വന്നു. എങ്ങനെയുണ്ട് ഷൈനയുടെ പുതിയ ഉമ്മ? നന്നായിട്ട് സംസാരിച്ചോ? സംസാരിക്കോന്നോ? നല്ല വർത്താനാ. ആണോ? നമ്മളെ അങ്ങോട്ടൊന്നും പറയിക്കില്ല, അങ്ങോട്ട് പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ ഷൈനക്ക് പറ്റും ഉമ്മന്നല്ലേ? ആ അവര് കൊറേ പലഹാരൊക്കെ ഇട്ടാ വന്നേ. ആ അമ്മയ്ക്ക് തന്നു. 2-3 ഞാൻ തിന്നു. നല്ല രസമുണ്ട്. പിന്നെ പുണ്ണേട്ടാ, എന്തേ എന്റെ അച്ഛൻ അന്ന് വന്നപ്പോഴേ ഇങ്ങനൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ. അത് ഇവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും നീരസം തോന്നോ? എന്ത് നീരസം? എന്തിനാ നീരസം തോന്നണേ? അതല്ല, ഷായനയുടെ വാപ്പ വന്നപ്പോ കൊറേ സാധനം കൊണ്ടുവന്നില്ലേ? എന്നാ പിന്നെ നീ അച്ഛനെ വിളിച്ചിട്ട് പറ കുറച്ചുകൂടി സാധനങ്ങൾ കൊണ്ടുവരാൻ. അച്ഛൻ്റെ അടുത്ത് ഞാൻ എങ്ങനെ പറയാ? എന്താ പറഞ്ഞ? പറഞ്ഞത് തന്നെ അച്ഛനും അങ്ങനെ പറ്റൂന്ന് എനിക്കറിയില്ല. പറ്റൂലല്ലോ. അതാ ഞാൻ പറഞ്ഞേ, ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചാ കാര്യങ്ങൾ ചെയ്യാ. അച്ഛൻ വരുമ്പോ നെയ്യപ്പം കൊണ്ടുവന്നില്ലേ? ഷായനയുടെ ഉപ്പ വന്നപ്പോ കുറെ പലഹാരം കൊണ്ടുവന്നു. അത് അവർക്ക് കഴിവുകളുണ്ട്. അതിലൊന്നും വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. അതെ കുമാരി, അതിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടണ്ട. നമുക്കിപ്പോ കിടക്കാം, സമയം ഒരുപാടായി. രാവിലെ സൊസൈറ്റിയിലൊക്കെ പോകല എനിക്ക്. കിടക്കാം. അവൻ ചിരിച്ചേ. അതെ അമ്പിളിക്ക, ഞാൻ ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? അതില്ലേ, ഞാനും അമ്മയും ദേവികേച്ചിയും കുമാരിയേച്ചിയും കൂടെ ബീച്ചിൽ കൂടെ നടക്കുന്നത്. അതിനാണ് നീ പോയി പച്ചപ്പാരാക്ക് വിളിച്ചാ? അതല്ല, സ്വപ്നത്തിലേ അമ്മ ജീൻസും ടോപ്പും കൂളിംഗ് ഗ്ലാസ് ആയിരുന്നു ഇട്ടിരുന്നത്. അമ്മ ജീൻസും ടോപ്പും കൂളിംഗ് ഗ്ലാസ് ആയിരുന്നു ഇട്ടിരുന്നത്. നീ വെറുതെ അതും ഇതൊക്കെ ആലോചിച്ച് കിടന്നിട്ടാണ്. കിടക്കാൻ നോക്ക്. അതെ ഇക്ക മുമ്പ് എന്നോട് ചോദിച്ചില്ലേ എനിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോന്ന്. നിനക്ക് എന്തെങ്കിലും കഴിക്കണോ? ഇപ്പൊ കഴിക്കണ്ട. പൊറോട്ട വേണോ? മസാല ദോശ വേണോ? വേണ്ട.
എന്താന്ന് പറയാൻ മേടിച്ചോണ്ടുവരാന്ന്? ഒന്നും മേടിക്കണ്ട. പിന്നെ അതെ, എനിക്ക് അമ്മേനെ അങ്ങനെ കാണാൻ ഒരാഗ്രഹം. എങ്ങനെ? ജീൻസും ടോപ്പും കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട്. എന്താ നീ പറയണത്? ഇക്കല്ലേ അപ്പൊ എന്നോട് പറഞ്ഞ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇക്കയുടെ അടുത്ത് വന്ന് പറയണമെന്ന്. അതിന് ഈ ജാതി ആഗ്രഹമാണോ നീ പറയണത്? ഞാൻ എന്തേലും തിന്നാനാ നമുക്ക് ചെയ്തു തരാനൊക്കെ ഉള്ളതാണ് ഉദ്ദേശിച്ച, അല്ലാതെ സെറ്റ് കൊണ്ട് കൊടുത്ത് നടത്തി കൊടുക്കണ. എന്താണ് എന്താഗ്രഹം ഹിമാലയത്തിൽ പോണെന്ന്? വല്ല പൈസ ചെലവുള്ള ആഗ്രഹമൊന്നുമല്ല. പക്ഷെ അമ്മാവിന്റെ ഒരു ഹെൽപ്പ് വേണം എനിക്ക്. നീ വളച്ചേട്ട് രണ്ട് കാര്യം പറയേ. അല്ല അനന്തേനൊക്കെ എന്ത് പറയൂന്ന് എനിക്ക് അറിഞ്ഞൂടാ. പറഞ്ഞടാ. എന്ത് പറയണ? അല്ല അവള് പറയണേനെ നമ്മുടെ അമ്മേനെ ഒന്ന് മോഡേൺ ഡ്രസ്സില് അവക്ക് കാണണോ. എന്ത്? ജീൻസും ടോപ്പും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചേ അമ്മേനെ ഒന്ന് കാണണോന്ന്. നീ കാര്യമായിട്ട് പറയണോ? കാര്യമായിട്ട് പറഞ്ഞാണ്. എന്താടാ എന്ത് പറയണേ? എന്താ നീ അമ്മേനെ ജീൻസ് ഇടിക്കാൻ പോവാണോ? അല്ല അമ്മനോടൊന്ന് പറഞ്ഞിട്ട് ജീൻസ് ഒക്കെ ഞാൻ മേടിച്ചു കൊടുക്കാം. പിന്നെ അങ്ങോട്ട് ചെല്ല്, പോയി പറഞ്ഞു നോക്ക്. ശരി. അല്ല അമ്മാവ ഞാൻ പറഞ്ഞ എന്നെ അടുപ്പിക്കൂല, അതുകൊണ്ടാണ്. അതെ അമ്മാവൻ പറഞ്ഞ എന്നാ നിങ്ങൾ രണ്ടാളും പോയി പറയടാ. പോയി പറയും. എന്ത് നീ പറയണ്ട. ഇത്ര വലിയ കാര്യമാണ് അമ്മനൊന്ന് ചെറുപ്പക്കാരിയായിട്ട് കാണണമെന്ന് അവൾ ആഗ്രഹിച്ച, അത്രയല്ലേ ഉള്ളൂ. ഒന്നാമത്തെ എന്താഗ്രഹം? ഗർഭിണിയായിട്ട് എന്തിനൊക്കെ കഴിക്കാനൊരു ആഗ്രഹമൊക്കെ പെണ്ണുങ്ങൾക്ക് തോന്നും. അമ്മായിയമ്മേനെ ജീൻസും ടോപ്പാണ് എനിക്ക് ആരെങ്കിലും ചിന്തിക്കുവോ? എന്ത് ഭ്രാന്ത ഈ പറയുന്നത്? എന്താ കുട്ടിക്ക്? അങ്ങനെ ഒഴിവാക്കണ്ട അമ്മാവ, ആദ്യമായിട്ട് പറഞ്ഞല്ലേ അവള്. ഒന്ന് സഹായിക്ക്, ഒന്ന് അമ്മനോട് പറഞ്ഞു നോക്ക്. നടന്നില്ലെങ്കിൽ വേണ്ട. ഞാൻ എന്താണ്? അല്ല ഞാൻ അവിടെയൊക്കെ അന്വേഷിച്ചായിരുന്നു. എന്തേ? ഇല്ല ഞാൻ അവിടെയൊക്കെ അന്വേഷിച്ചൊരു കാര്യം പറയാൻ വേണ്ടിട്ടേ. അല്ല ഞാൻ പങ്കിയമ്മാവനോടൊരു കാര്യം പറഞ്ഞു വിട്ടിട്ടുണ്ടായി. അതിന്റെ മറുപടി ഞാൻ അപ്പൊ തന്നെ അവനോട് പറഞ്ഞല്ലോ. അല്ല അമ്മ അങ്ങനെ പറയരുത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാര്യം അമ്മനോട് ആവശ്യപ്പെടണം. പൈസ അല്ലാതെ എനിക്ക് വേണ്ടിയിട്ട്. അതമ്മ നടത്തി തരുമെന്നാണ് എന്റെ പ്രതീക്ഷ. അത് നടക്കില്ല. അമ്മ എന്താ അങ്ങനെ പറയണത്? അമ്മ അത് ചെയ്തു തരുമെന്ന് ഓർത്തല്ലേ ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തത്. ഞാൻ അവളോട് പറഞ്ഞു പോയില്ലേ? അവൾ ഇങ്ങനെ സമയത്ത് പറഞ്ഞൊരാഗ്രഹമല്ലേ അത്. എടാ മാങ്ങ വേണം, മസാല ദോശ വേണം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇത് എന്താഗ്രഹമാണ് ഈ പറയണത്? മനുഷ്യന് സഹായിച്ചു കൊടുക്കാൻ പറ്റുമോ അതും ഈ പ്രായത്തില്? അതിന് അമ്മനോട് ഇതൊക്കെ കൊടുത്തിട്ട് പുറത്തോട്ട് പോകണമെന്നല്ലല്ലോ അവള് പറഞ്ഞത്. നമ്മുടെ കുടുംബത്തെ അവർക്കൊന്ന് കാണണമെന്നല്ലേ. ഇവിടെ എന്തിഷ്ടം? ഇതൊക്കെയാണോ ഗർഭിണികൾ പറയണ ഇഷ്ടങ്ങള്? ഇതെന്തെന്നാണിത്? അപ്പൊ അതാണ് നമ്മുടെ നിലപാടല്ലേ? അതന്നെയാണ്. ശരിയെന്നാ ഞാൻ കരുതി അമ്മ എല്ലാ മരുമക്കളെ ഒരുപോലെയാണ് കണ്ടിട്ടുള്ളതെന്നാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ പക്ഷാഭേദമുണ്ട്. ഞാനൊന്നും നമ്മുടെ മനസ്സിലില്ലാന്ന്. എന്റെ മോയിലിരിക്കുന്നു കേക്കരുത് കേട്ടോ അമ്പിളി. പിന്നെ ഓർത്താനാടാ നീ പറയണത്? ആരോടാടാ ഞാൻ പക്ഷാഭേദം കാണിച്ചിട്ടുള്ള ഇവിടെ? അല്ല അമ്മ ഇപ്പൊ എന്താ ഈ പറയണ? ഇവിടെ ഇവള് മാത്രമല്ലല്ലോ ഗർഭിണി. കുമാരിയും ഗർഭിണിയായപ്പോ ഞാൻ കണ്ട് ഒരാഗ്രഹം പറയുകയും ഇല്ലാത്ത ആഗ്രഹം പറയിപ്പിച്ച് ചെയ്തു കൊടുക്കണൊക്കെ ഞാൻ കണ്ട്. ഇവളായതുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെ പക്ഷാഭേദം കാണിക്കണ? മനസ്സിലായി. അമ്മ ചെയ്യണ്ട, ചെയ്യൂല. എനിക്കറിയാം എന്റെ കാര്യമായി പോയല്ല. അമ്മ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഈ പടി കയറി വന്ന ആദ്യത്തെ മരുമോളാണ് ഷാഹിന. അമ്മനെ അമ്മയെന്ന് വിളിച്ച ആദ്യത്തെ പെങ്കൊച്ചാണ് അവള്. പക്ഷെ അമ്മ ഇങ്ങനെ പറയൂന്ന് ഞാൻ ഓർത്തില്ല. നിങ്ങൾക്കൊക്കെ ഞാൻ പുറംപോക്കാണല്ല. കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ പുണ്യേട്ടനും അനന്തേട്ടന്റെ കാര്യമാണ് ഞാൻ ഓടിച്ചാടി നടന്ന് ചെയ്തു കൊടുത്താനല്ല. ഞാൻ പുറംപോക്കാണല്ല. ഞാൻ മനസ്സിൽ തോന്നണ കാര്യം വിളിച്ചു പറയും. അതുകൊണ്ട് എന്നെ അവളിവിടെ ആർക്കും കണ്ടുകൂടാ. നീ എന്തൊക്കെയാടാ വിളിച്ചു പറയണ അമ്പിളി? പോയാടുന്ന്. ഞാൻ പോയിക്കോളാം. അമ്മ ഒന്നും ചെയ്യാനും നിൽക്കണ്ട. അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല. അമ്മ ഒന്നും പറയണ്ട, ഒന്നും ചെയ്യാൻ വേണ്ട. ആഗ്രഹം സാധിക്കാതെ പ്രസവിക്കാനായിരിക്കും അവളുടെ വിധി. അത് നടക്കട്ടെ. അറിയുന്നില്ലടി? അറിയില്ല. എന്താ? ഞാൻ 2ാം ക്ലാസ്സിൽ ഇവിടെ പാല് മേടിക്കാൻ വരുമ്പോ തൊട്ട് കാണുന്ന മിക്സ് ചെയ്യാത്. അത് ചെലപ്പോ അറിയും, ചെലപ്പോ അറിയൂല. ഇവിടത്തെ അച്ഛനെ എവിടെയും കണ്ട് നാടക മത്സരത്തിന് പോയപ്പോ ബെസ്റ്റ് ആക്ടർ കിട്ടി. അതിന് കിട്ടിയ അവാർഡാ അത്. ശരിക്കും? അതുകൊണ്ടല്ലേ അമ്മ അത് കൊടുക്കാത്തെ. പുതിയത് മേടിക്കുകയുമില്ല. പക്ഷെ ഇടയ്ക്ക് അറിയാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് അറിയാം. ചേച്ചി ഒന്ന് കുലുക്കി നോക്കി നല്ലോണം. സത്യമായിട്ടും ഇങ്ങനെ കുലുക്ക്. അതല്ല, മൊത്തം കുലുങ്ങണം. താഴെ വെച്ച് കുലുക്കിങ്ങനെ. എങ്ങനെ? അതന്നെ അതന്നെ. അങ്ങനെയാ? 2-3 വട്ടം കുലുക്കിയാൽ അരി അപ്പൊ ശരിയാവും.
എന്താ ഓണാവുന്നില്ല. ഒന്നുകൂടി കുളിക്കോക്കെ. ദൈവമേ, ഓണാവുന്നില്ലടി. ഇല്ലേ? നീ പറഞ്ഞിട്ടില്ല ഞാൻ കുളിക്കേ. ചമ്മന്തിയല്ലേ? ഇനിയിപ്പോ കല്ലിലരക്കാം അല്ലേ? ആര്? ചേച്ചി അല്ല. അതിന്റെ ഒരു കുറവുകൂടെ ഉള്ളു എനിക്കിനി. ഓരോന്ന് ഞാൻ കുളിക്കപ്പോ അത് കരിഞ്ഞായിരുന്നു. കുളിക്കപ്പോ ദൈവമേ പണി തരുന്നു. പൊട്ടിക്കല്ലേടെ അമ്മ എന്നാ വഴക്കുറയും. അച്ഛന്റെ അവാർഡാ. അറിഞ്ഞാ ഇല്ല. അപ്പൊ ഇനി കല്ലിൽ ഇറക്കേണ്ടി വരും. അല്ല ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ചേച്ചി ചേച്ചി നോക്കൂ. എന്ത് ദുഷ്ടതകളാ നോക്കണേ. ഹായ് അമ്മ. എന്തായി രാവിലേക്കുള്ളതൊക്കെ ആയോ? തേങ്ങ ഇങ്ങനെ അരച്ചോണ്ടിരിക്കുക. പക്ഷെ അരയണില്ല. ദേവിച്ച് കല്ലിൽ അരച്ചോളാന്ന്. കല്ലരച്ചോളാം. ആ ഷാഹിനൊന്നും ഇങ്ങോട്ട് വന്നേ. എന്താ അമ്മേ? വാ. അതെ, വിശേഷമൊന്നും ആയില്ല വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അതൊക്കെ ആവേണ്ട സമയത്ത് ആയിക്കോളും. ഇനിയിപ്പൊ അതൊന്നും ഓർത്ത് മനപ്രയാസപ്പെടാൻ വേണ്ട കേട്ടോ. ആ അമ്മേ സോറി. എന്തിന്? ഒന്നിനല്ല, പക്ഷെ സോറി. ദേവിച്ചി, കുമാരേച്ചി, അമ്മയ്ക്ക് കുഴപ്പമില്ല. ഇല്ലാല്ലേ? എന്നാ പിന്നെ നമുക്ക് പണി തുടങ്ങാം. ഗർഭല്ലല്ലോ. ഇല്ലല്ലോ. പിന്നെ തുടങ്ങല്ലേ? അപ്പൊ പിന്നെ എന്റെ മോളൊരു കാര്യം ചെയ്യും. ഈ തേങ്ങ കൊണ്ടുവന്ന് വെളിയിൽ കല്ലിലരച്ച് ഐശ്വര്യമായിട്ട് അടുക്കളയിലോട്ട് രംഗപ്രവേശനം ചെയ്തോ. എന്തായാലും നമുക്ക് ഗർഭമൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ. അതെ വേണം. ചെല്ലടി, കുറെ ദിവസം എന്നെ ബുദ്ധിമുട്ടിച്ചല്ലേ. എന്നെ നോക്കണ്ട. ഇത് ഒറിജിനലാ. ഒറിജിനലാണോ? എനിക്ക് ക്ഷീണ. എന്നാ മോള് പോയി റെസ്റ്റ് എടുത്തോ. ചെല്ലി. ചായ കുടിച്ച് തീർന്നില്ല. അതിപ്പോ നിനക്കാണിപ്പോ മാർഗം ഇത്. എന്റെ ഒരു ജീവിത മാർഗമല്ലേ ഇത്? നീ അവന്റെ അടുത്തൊന്ന് ഒഴിഞ്ഞു നോക്കാം, അവൻ രക്ഷപ്പെടും ചിലപ്പോ. ഇതൊന്നും പറയാൻ വേണ്ടിട്ട് കുറെ ദിവസം ഞാൻ കാത്തിരിക്കണം നിന്നെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ. മര്യാദക്ക് നടന്നാൽ നിനക്ക് കൊള്ളാട്ട മനോര. എന്റെ അപ്പോട്ടൻ പറഞ്ഞതേ ഞാൻ അനുസരിക്കും. എന്റെ അപ്പോട്ടന്റെ സ്വന്തം അനിയനാ ഞാൻ. സത്യം പറയാലോ, അമ്പിടിയല്ല അനിയൻ, ഞാനാ. അല്ല അപ്പോട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അപ്പോട്ടാ. എന്താണ്? ശരിക്കും കുമാരിന്റെ ഗർഭം ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? എന്തെങ്ങനെയൊക്കെ ചോദിക്കണേ? കുമാരിയുടെ ഗർഭം ഒറിജിനലാണ്. ഒറിജിനലാണ്. അപ്പോട്ടൻ അപ്പൊ ഉത്തരവാദിത്തം ആരാണ്? കൊടുവാളന്റെ കയ്യിലാണ് തെറിഞ്ഞാട്ടോ. അല്ല അങ്ങനല്ല, അപ്പോട്ടനാണ്. പിന്നെന്താ അങ്ങനെ ചോദിക്കണേ? അല്ല അതാണല്ലോ. ആണല്ലോ. ആണ് എന്ന ഒറ്റ കാര്യം പറഞ്ഞോട്ടാ. എന്താണ്? കുഞ്ഞിപ്പം പ്രസവിക്കും അല്ലല്ലോ, കുഞ്ഞു വരുമല്ലോ. കുഞ്ഞിക്ക് ഒരു മുച്ചക്ര വാഹനം വേണ്ടേ? സൈക്കിള്. ഞാൻ കൊണ്ടത്. അതിന് കുമാരി പ്രസവിക്കാൻ ഇനി ഒരുപാട് സമയം ഉണ്ടല്ലോ. ഉണ്ട്. സൈക്കിൾ സൈക്കിൾ കിട്ടണമെന്നില്ലല്ലോ. എന്താ? ചിലപ്പോ ഞായറാഴ്ച ആയിരിക്കും, കട തുറന്നിട്ടുണ്ടാവില്ല, പാതിരാത്രി ആയിരിക്കും, സൈക്കിൾ കിട്ടൂല. പക്ഷെ ഞാൻ മുൻകൂട്ടി കണ്ട ഒരു സൈക്കിൾ മേടിച്ചു അപ്പോട്ടാ. വേറെ 700 റുപ്യ. 100 റുപ്യ ഞാൻ എന്റെ വന്ന് കൂട്ടിക്കൊടുത്തു. 600 തന്നാ മതി. അപ്പോട്ട എടുത്തോ. 600 റുപ്യ ഞാൻ തരണോ? അതെ, ആളെ കൊടുക്കണല്ലോ അപ്പോട്ടാ. അപ്പൊ ഈ പ്രസവിക്കാൻ പോണ കുട്ടിക്ക് തരുന്ന സമ്മാനല്ലേ ഇത്? സമ്മാനാന്ന്. സമ്മാനത്തിനാണ് ഇതിനെ കാശ് തരണേ. അതെ, പൈസ ആളെ കൊടുക്കണല്ലോ. സമ്മാനം ആണെങ്കിലും പൈസ കൊടുക്കണല്ലോ. മനോര, പൊട്ടുമുള്ളിയായിട്ട് എന്റെ അടുത്തേക്ക് വരണ്ട കേട്ടോ. ഇത് വേറെ എവിടെയെങ്കിലും നടക്കണോ? ഇത് നിന്നെ അമ്പിളിനെ കണ്ട് പഠിക്കണ്ട നീട്ടോ. ഞാൻ എന്താക്കണ്ട അപ്പോട്ടാ? അത് എന്താക്കണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ നടക്കൂല. ഒരു കാര്യം ചെയ്യാം, ഒരു 500 റുപ്യ തന്നെ. 500 ഇല്ല, 400 ഇല്ല. നീ കൊണ്ട് പൊക്കോ. അവിടെ ഇത് മേടിക്കണം പോട്ടാ. അവിടെ അപ്പുറത്തെ തൊട്ടില് ഗിരീശല്ലേ? ഗിരീശന്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്. അവിടെ കൊണ്ട് കൊടുക്ക്. അവിടെ ചെറിയ കുട്ടിയുണ്ട്. ഗിരീഷിന്റെ വീട്ടിൽ ക്യാബിള് ഞാനല്ല കൊടുക്കുന്നത്. അതൊന്നും എനിക്കറിയണ്ട. അന്റെ പണിയെടുത്ത് നോക്ക്. അപ്പോട്ടാ പറഞ്ഞുണ്ട് ഞാൻ 500 റുപ്യ. 500 ഒന്നുമില്ല.
ഇവിടെ എന്റെ മുതലാളിക്ക് എന്നെ കൊടുത്തിട്ട് ഞാൻ ആകെ പാപ്പരായിട്ട് നിൽക്കുക. അല്ല ചോദിച്ചില്ലേലും തരേണ്ടത് എന്റെ കടമയല്ലേ. അയ്യോ സ്നേഹം. അത് മാത്രല്ല അപ്പച്ചി, ഇത്രയും ദൂരം യാത്ര ചെയ്തൊക്കെ വന്നതല്ലേ, ക്ഷീണം കാണില്ലേ? പിന്നെ കുടിച്ചോ പാല്? കൊണ്ടുപോടി ഇതിന്റെ പാല്. പാല് ഊപ്പിച്ചമ്മതിരിക്കുന്നു. അപ്പച്ചി എന്താ? അല്ല അപ്പച്ചി, അന്ന് ഞാൻ അപ്പച്ചിയെ പറ്റി പറഞ്ഞത് മോശമായി പോയിന്ന് എനിക്കറിയാം. മനഃപൂർവ്വം പറഞ്ഞതല്ല. ഇവിടുത്തെ അപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ വെച്ചിട്ട് അറിയാതെ അങ്ങനെ പറഞ്ഞു പോയതാ. അപ്പച്ചി ക്ഷമിക്കണം. ക്ഷമിക്കുവോ? സൗകര്യമില്ല. അപ്പച്ചിയെ ആടാ കള്ളാടാ പുണ്ണി. എത്ര നാളാടാ അതിനെ കണ്ടിട്ട്. അപ്പച്ചി എവിടെ വന്നേ? അങ്ങനെയായി വന്നിട്ട്. എന്തൊക്കെയാ വിശേഷങ്ങള്? വിശേഷം മുഴുവൻ നിങ്ങൾക്കല്ലേടാ. ഞാൻ അറിഞ്ഞ് ഞാൻ അവളെ കാണാൻ വന്നതാ. കുമാരിഞ്ഞോ കണ്ട അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു. എന്താ അതൊന്നും പറയല. ഞാൻ അവിടെ ചെന്നോളോട് ചോദിച്ചാ മതി. വേറെ എന്തൊക്കെ പിന്നെ അവിടെ വിശേഷം? എടാ നമ്മുടെ കടപ്ലാവില്ലേ, ആ കടപ്ലാവ് നിറച്ചും ചക്കയാ. ഞാൻ വരുന്നുണ്ട്. അതെ, കുമാരി ഇന്നലെ പറഞ്ഞോളൂ അപ്പച്ചിയുടെ വീട്ടിൽ പോണെന്ന്. അവക്ക് സ്നേഹമുണ്ട്. അവളെ ഇപ്പൊ ഈ ഗർഭിണിയല്ലേ, യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ യാത്ര ചെയ്യാൻ പറ്റാനാവുമ്പോ ഞാൻ കുമാരിയും കുട്ടി വരും. വന്നൊരാഴ്ച നിന്നിട്ടേക്ക് പോരാ. അപ്പച്ചിന്ന് പോകണ്ടോ? അപ്പച്ചിന്ന് പോകണ്ട. അപ്പച്ചി എപ്പോ വന്നാലും ഇവിടുത്തെ അപ്പൊ തന്നെ പോവല്ലേ. ഇന്ന് ദിവസം ഇവിടെ നിൽക്ക്. ഒരു ദിവസമല്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടേ പോണുള്ളൂ. ഒരാഴ്ച നിക്കണ്ടോ? അപ്പൊ അമ്മേറ്റ് യുദ്ധം നടക്കില്ലോ. അതൊന്നുമില്ലടാ. അല്ല, എനിക്ക് വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താ? അതൊക്കെ ഉണ്ട്, നീ അറിയണ്ട. ചേച്ചി ഇതാർക്ക പാല്? ഇത് അപ്പച്ചയ്ക്ക് കൊണ്ടുവന്ന, പക്ഷെ വേണ്ടെന്ന് പറഞ്ഞു. ആണോ? അങ്ങോട്ട് തന്നെ. അപ്പച്ചിക്ക് പാല് വേണ്ടേ? കുടിക്ക്. നീ നന്നാ കുടിക്കും. നന്ദിയുടെ പാലാ നിന്റെ. അപ്പച്ചേ വേറെന്തൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞേ? അതൊക്കെ ഉണ്ടടാ, നീ അറിയണ്ട. വെളുക്കോളോ? ചേച്ചി, ദേവി ചേച്ചി, ചേച്ചി, ചേച്ചിയെ ചേണോ കപ്പിയോ? അത് തുണിയല്ല അലക്കാണ്ടോ എന്റെ? ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ചേച്ചി എന്താ ഇവിടെ കിടന്നുറങ്ങിയേ? എന്റെ ദൈവമേ, ഒന്നും പറയണ്ടടി. ഇങ്ങനെ ഒരു പോളെ ഞാൻ കണ്ണടച്ചിട്ടില്ല. എന്താ? ആ തള്ള എന്നെ ഉറക്കിയിട്ടില്ല. അമ്മയോ? അമ്മയല്ലടി, പിന്നെ അപ്പച്ചി. അവൻ ഇന്നലെ എന്റെ കൂടെ കിടന്നത്. അനന്തേട്ടനെ പങ്കിയമ്മാവന്റെ റൂമിലേക്ക് വിട്ട് അവരെന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്. മുറി കയറി വന്നപ്പോ മുതല് അവർക്ക് ആദ്യം മുഴുവൻ വീശി കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഫാൻ ഓഫ് ചെയ്യിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കാലുവേന എടുക്കുന്നത് കാല് തിരുമ്പി തരാൻ പറഞ്ഞു. കാല് കഴിഞ്ഞപ്പോ കൈ കഴിഞ്ഞപ്പോ നെഞ്ച്, പിന്നെ തല, പിന്നെയും കാല്. എന്റെ പൊന്നു വെച്ച് രാവിലെ വരെ ഞാൻ ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല. ആ ചെഞ്ചു എന്നെ ഉറക്കിയിട്ടില്ല, അറിയോ? അവരെന്നൊരു പ്രതികാരം വീട്ടാൻ വേണ്ടി കച്ച കെട്ടി വന്നേക്കുവാ. എങ്ങനെ പ്രതികാരം വീട്ടാൻ വരാതിരിക്കും? ഓരോന്ന് പറഞ്ഞു കൂട്ടിയപ്പോ ആലോചിക്കണായിരുന്നു. പിന്നെ പറഞ്ഞു കൂട്ടാതിരിക്കുന്ന എങ്ങനെയാ? സത്യമില്ല ഞാൻ പറഞ്ഞൊക്കെ. അതെ, അവരുടെ കേക്ക് പറയാൻ പാടില്ലായിരുന്നു. പിന്നെ പറഞ്ഞു വന്നപ്പോഴത്തേക്കിനും പറഞ്ഞു പോയതോ. ഈ ഒരുപാട് ദിവസം ഇവരിവിടെ നിർത്തിയോണ്ടല്ലോ, എന്നെ തെക്കോട്ട് എടുക്കേണ്ടി വരും. തെക്കോട്ട് എടുക്കുന്ന എന്തിനാ? നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? വെറുതെ വന്നോളാം. വെറുതെ വന്നതല്ലേ? കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. എന്നാ പൊക്കോ. പോണം. പോടി.
ഓരോന്ന് കഴിയുമ്പോ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ദൈവമേ. ഇതെന്താ ഇവിടെ വന്നിരിക്കണേ? ചുമ്മാ കാറ്റുള്ള വന്നിരിക്ക? അല്ല, ഞാൻ അപ്പനോട് ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാ. എന്താ? നാളെ മോലെ ഒരു ഗ്ലാസ് വെള്ളം ചേർക്കാത്ത പാല് തരണേ. അതിന് വെള്ളം ചേർത്ത പാല് ഇവിടെ ആർക്കും കൊടുക്കാറില്ലല്ലോ. കുറച്ച് നിങ്ങൾ വെള്ളം ചേർക്കില്ലേ? ആ, കുറച്ച്. അത് സൊസൈറ്റി എന്ന് പറഞ്ഞാ കുറച്ച് ചേർക്കണമെന്ന്. ആണോ? ആ. അത്ര പോലും ചേർക്കാതെ ഒരു ഗ്ലാസ് പാല് വേണം. എന്തിനാത്? കുമാരിക്ക് കൊടുക്കാനാ. കുമാരിക്കാ? ആ, എന്തിനാ? ഗർഭിണികളില്ലേ, ആ. ഈ വെള്ളം ചേർക്കാത്ത പാല് നന്നായിട്ട് കുറുക്കിയിട്ട് അതിൽ നെയ്യും കൂടെ ചേർത്ത് കഴിച്ചാല് ഭയങ്കര നല്ലതെന്നാ പറയുന്നത്. എന്താ ഉണ്ടാവുക? കുഞ്ഞിന് നല്ലതാ ജനിക്കാൻ പോകുന്നത്. ആണോ? ആ, നല്ല ആരോഗ്യം ഉണ്ടാവും. ആ, അപ്പൊ ദേവികേച്ചിയുടെ അമ്മ നെയ്യ് നന്നായി കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതെ. അല്ല, ദേവികേച്ചിക്ക് നല്ല ആരോഗ്യല്ലേ? ആ, അതെ. അല്ല, അത് മാത്രല്ല, ഒരു 7-ാം മാസമൊക്കെ ആവുമ്പോഴേ വേറെ കുറച്ച് സാധനങ്ങളൂടെ എനിക്ക് വാങ്ങിച്ചു തരണേ. മസാല ദോശ അല്ലേ? മസാല ദോശ ഒന്നുമല്ല, കഷായം ഉണ്ടാക്കാൻ കുറച്ച് കാര്യങ്ങളാ. കുമാരി അപ്പച്ചിക്ക് ഭയങ്കര ഇഷ്ടല്ലേ? ആ, അപ്പച്ചിക്ക് കുമാരിനെ ഭയങ്കര ഇഷ്ടാ. അത് അപ്പുണ്ണി ഇഷ്ടായതുകൊണ്ടായിരിക്കും അല്ലേ? ആ, അതുകൊണ്ടായിരിക്കും. അപ്പുണ്ണി അപ്പച്ചിയുടെ അവിടെയൊന്നും പോയി നിക്കാറില്ലല്ലോ, പിന്നെ ഇത്ര ഇഷ്ടം? ഞാൻ പോയി നിൽക്കാറുണ്ടല്ലോ. എപ്പം? ഞാനും കുമാരിയോട് 2 തവണ പോയില്ലേ? അതൊന്നും ഒളിച്ചോടി പോയപ്പോഴല്ലേ? ആ, അതിനു മുമ്പ് പോയിണ്ട്. അയ്യോ, അതെന്തിനാ? ഞാൻ പണ്ടേ പോവാറുണ്ടായിരുന്നു. ആ, ചിറ്റപ്പ മരിച്ചതിന് ശേഷം ഞാൻ ഇടക്കിടക്ക് പോവും. എന്നിട്ട് അപ്പച്ചിക്ക് കൂട്ടി കിടക്കും. ആനന്ദേട്ടൻ അമ്പളിയൊന്നും പോവില്ല. അതെന്താ? അവർക്കൊക്കെ പണിയില്ലേ, എനിക്കല്ലേ പണിയില്ലാത്തുള്ളൂ. അല്ല, അപ്പുണ്ണി ഇത്രയും ദൂരം അപ്പച്ചിക്ക് കൂട്ടി കിടക്കാൻ പോകുന്നേ? അപ്പച്ചിയുടെ വീടിനടുത്ത് അയലക്കാരാരുമില്ലേ? അതേ, അപ്പച്ചി അയൽപക്കക്കാരായിട്ട് വഴക്കാ. ആ, അപ്പൊ അവരൊക്കെ മതിലിട്ടി. മതിലിട്ട്? ആ, അപ്പച്ചിക്ക് ഇപ്പൊ അവിടെ ആകെയുള്ള കൂട്ട് ഗൗരി ചേച്ചിയാ. ആരാണ്? ഗൗരി. ഗൗരി ചിട്ടി നടത്തണേ? ചിട്ടി നടത്തുന്ന ഗൗരി ചേച്ചിയാ. ഈ ഗൗരി ചേച്ചിയുടെ വീട് തൊട്ടടുത്ത് തന്നെയാണോ? ആ, നോക്കിയാ കാണും. നോക്കിയാ കാണാൻ പറ്റൂല്ലേ? ആ, എന്തിനപ്പോ അതൊക്കെ ചോദിക്കണേ? ചുമ്മാ എനിക്ക് എന്താന്ന് അറിയില്ല, ഇപ്പൊ അപ്പച്ചിയെ ഭയങ്കര ഇഷ്ടാ. അപ്പച്ചി അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടാ. നമ്മളെ അമ്മയെക്കാട്ടും നല്ലതാ അപ്പച്ചി ശരിക്കും. ദേവിയേ, ദേവിയേ, എവിടെ പോവാ? അതെ, ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയതാ. ഷാഹിന അവളുടെ വീട്ടിൽ കുറച്ചു ദിവസം നിക്കാൻ വേണ്ടി പോവാ. കുറച്ചു ദിവസം എന്ന് പറഞ്ഞാല് 2 ദിവസം കഴിയുമ്പോ വരത്തില്ലേ? അതല്ലേ ചേച്ചി, എളൂമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു ദിവസം അവിടെ ചെന്ന് നിക്കാൻ വേണ്ടിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയില്ലല്ലോ. കുറച്ചു ദിവസം എന്ന് പറയുമ്പോഴത്തേക്കിനും 2 ദിവസം കഴിഞ്ഞ് വരുമായിരിക്കും അല്ലേ? അത് പറയാൻ പറ്റില്ല. അവള് കുറച്ചു ദിവസം നിക്കട്ടെ ദേവികെ, വല്ലപ്പോഴും പോണതല്ലേ. അല്ല, എന്താന്നറിയാമേ, ഷാഹിനെ കണ്ട് എനിക്കിവിടെ കാണാതിരിക്കാൻ പറ്റത്തില്ല. അതെനിക്ക് അറിയാൻ ചേച്ചി. അമ്പിളിയേട്ടൻ അവിടെ നിക്കാൻ പോവാ? ഞാൻ ഇവളെ കൊണ്ടുപോയി ആക്കിയിട്ട് ഇങ്ങോട്ട് പോരും. ഞാൻ 2 ദിവസം മാറിയുന്ന മനോഹരന കേബിൾ TV ഓഫീസ് ആർക്കെങ്കിലും മറിച്ചു. പിന്നെ ഇവളുടെ വാപ്പാടം അതും ഇത് നടക്കല്ലേ, നമ്മളെന്തിനാ അതിന്റെ ഇടയിൽ കിടന്ന് പറയണം? മോളെ, മജീദിനോടും സുല്ലിനോടും പ്രത്യേകം അന്വേഷിച്ചെന്ന് പറയണം കേട്ടാ. പറയാമേ? ഞാൻ പോയിട്ട് വരട്ടെ. ശരി ശരി ചേച്ചി, പോയിട്ട് വരാവേ. ഇത് എടുത്തിട്ട് പോകല്ലേ, എന്തിന് ഇത്രയും ഡ്രസ്? ഇനി വരാൻ ഉദ്ദേശമില്ലേ? സുലു, ഓ, ഇതെന്താ ഉണ്ടാക്കുന്നത്? ഇന്ന് മോളും മരുമോനും വരുമല്ലേ, അവർക്ക് കൊടുക്കാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുക. കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കാൻ അറിയല്ലേ? പിന്നെ ഇതൊന്ന് കഴിച്ചു നോക്കി. എവിടെ? ഓ, ഞാനുണ്ട്. കൊള്ളാം. ഇക്കൊക്കെ അറിയാഞ്ഞിട്ടാ. എനിക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാവോ? എന്തൊക്കെ അറിയാം? ഞാനേ ബർഗർ ഉണ്ടാക്കും, സാൻഡ്വിച്ച് ഉണ്ടാക്കും, പപ്സ്, മുട്ട പപ്സും മീറ്റ് പപ്സും ഉണ്ടാക്കും, പിന്നെ മീറ്റ് റോൾ ഉണ്ടാക്കും. എനിക്ക് എല്ലാം ഉണ്ടാക്കാൻ അറിയാം. പിസ്സ ഉണ്ടാക്കാൻ അറിയോ? പിസ്സ മാത്രം എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലോ. അറിഞ്ഞൂടല്ലേ? പഠിക്കണം. ഇറ്റാലിയൻ ഫുഡാ. അപ്പൊ എനിക്ക് പഠിക്കാൻ പറ്റൂലിക്ക. അത് എനിക്ക് പാസ്പോർട്ട് ഇല്ലല്ലോ. എന്തിന്?
ഇക്ക പറഞ്ഞില്ലേ ഇറ്റലി പോയി പഠിക്കണമെന്ന്. എന്റെ സുലു, ഇറ്റലി പോയൊന്നും പഠിക്കണ്ട. നമ്മളാ അബൂബക്കറൊക്കെ ഇല്ലേ ബിരിയാണി വെക്കുന്ന പുള്ളിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് സംഭവം പഠിക്കാം. ഇക്ക നോക്കിക്കോ, 5 മിനിറ്റിനുള്ളിൽ ഞാനത് പഠിച്ചിരിക്കും. 5 മിനിറ്റ് ഒന്നും വേണ്ട, കുറച്ചുകൂടെ സമയം എടുത്ത് പഠിച്ചാൽ മതി. പിന്നെ അവരിവിടെ വന്ന് നിന്ന് പോയതിനു ശേഷം നമുക്ക് പോണ്ടേ? എവിടെ പോണം? ഹണിമൂണിനെ. ഹണിമൂണ്, അത് ഞാൻ ഇക്കയോട് പറയാനിരിക്കുകയായിരുന്നേ. അങ്ങനെയെങ്കിൽ നമുക്ക് എവിടെ പോവാ? എനിക്കേ ഹിൽ പാലസ് കാണണം, മറൈൻ ഡ്രൈവ് കാണണം, പിന്നെ ഒരു പാലാരിവട്ടം പാലമില്ലേ, പൊളിഞ്ഞൊരു പാലം, അത് കാണണം. പിന്നെ ഫ്ലാറ്റ് ഇല്ലേക്ക് 2 ഫ്ലാറ്റ് വെടിവെച്ചിട്ട് പൊളിച്ചില്ലേ, ആ 2 ഫ്ലാറ്റ് കാണണം. അങ്ങനെ എനിക്ക് എല്ലാം കാണണം. ഇതൊക്കെയാണോ കാണുന്നത്? നമുക്കേ ഏതെങ്കിലും തണുപ്പുള്ള സ്ഥലത്ത് പോവാ. ഹലോ, തണുപ്പുള്ള സ്ഥലത്തോ? ഞാൻ വരൂല. തണുപ്പടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആസ്മ ഇളക് വയ്ക്കാം, പിന്നെ ഭയങ്കര വലുവ എനിക്ക് പോക്കാടുന്നു. ശരി, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നോർത്ത് ഇന്ത്യ പിടിക്കാം, അവിടെ ചൂടാ. എനിക്ക് എന്തറിഞ്ഞിട്ട് ഈ പറയുന്നേ? ചൂടടിച്ചു കഴിഞ്ഞാൽ വീർപ്പ് താഴില്ലേ, വീർപ്പ് താന്ന് കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് പനി വരും, പിന്നെ ഒരാഴ്ചത്തേക്ക് പോക്കാം. ഒരാഴ്ചത്തേക്ക് പോക്കല്ലേ? ശരി, എങ്കിൽ സൂല് പറ, നമുക്ക് എവിടെ പോവാ? നമുക്ക് എങ്ങും പോകണ്ട, പിന്നെ നമുക്ക് ഈ വീട്ടിൽ തന്നെ നിന്നാ മതിക്ക. എനിക്ക് ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ ഞാൻ സെറ്റാ തന്നല്ലേ. ഇക്കതേ അവര് വന്ന് ഇക്ക ഞാനും. ഇത്തയുടെ കരച്ചിൽ കേട്ടപ്പോ ഞാൻ വിചാരിച്ച കാലങ്ങ് മുറിഞ്ഞു പോയെന്നാ. ഇത് ചെറിയൊരു പൊട്ടല്ലേ ഉള്ളൂ. നിങ്ങളെ പോക്ക് കണ്ടപ്പോഴേ 3-4 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ബണ്ണും ബിസ്ക്കറ്റും നിന്ന് മനുഷ്യൻ ഊപ്പാടളി പോന്ന് വിചാരിച്ചാട്ടോ. പക്ഷെ പൊന്നെ പാപ്പാ, ജമാലിനെ പെട്ടെന്നൊന്നും ഇവിടുന്ന് പറഞ്ഞു വിടണ്ട. എനിക്ക് തോന്നണേ ഇനി മുതൽ ഈ വീടിന്റെ ഐശ്വര്യം ജമാലായിരിക്കും തോന്നുന്നുണ്ട്. എന്നാലും എന്റെ പൊന്നു മോളെ, നിന്നെ നോക്കാനാന്നും പറഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവസാനം നീ എന്നെ നോക്കേണ്ട ഗതികേട് വന്നല്ലോടി. അമ്പിളി മോനെ, ഒരു കാര്യം ചെയ്, മോൻ ഇവളെ അങ്ങ് വീട്ടിൽ കൊണ്ടുപോകും. ഉമ്മയുടെ കാലൊക്കെ ഭേദമായിട്ട് മോൻ ഇവളെ കൊണ്ടുവന്നാ മതി. അത് കാര്യമാക്കണ്ട ഉമ്മ, ഏതായാലും ഇവിടത്തോളം വന്നില്ലേ, ഇനി കാലൊക്കെ നേരായി ഒന്ന് നടക്കാൻ പോകുമ്പോഴേക്കോളം ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം. അങ്ങനല്ല മോനെ, ഇപ്പൊ ഒക്കെ വയ്യാതിരിക്കല്ലേ, വയ്യാതിരിക്കുന്ന കൊച്ച അധികം ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. മോൻ ഇവളെ കൊണ്ടുപോകും, കാല് ഭേദമാകുമ്പോ ഉമ്മ തന്നെ വിളിക്കാം, അപ്പൊ നീ കൊണ്ടുവന്നാ മതി. നീ എന്താ ഈ പറയുന്നത്? അവക്ക് വയ്യാന്ന് പറയുമ്പോ ഏതാണ്ട് വലിയ വയ്യായികയാണെന്ന് തോന്നുമല്ലോ. അവക്ക് വിശേഷമുണ്ട്, അത്രയല്ലേ ഉള്ളൂ. കേട്ടോ മരുവനെ, അതായത് എന്റെ ഭാര്യ ഞാനല്ലേ? അല്ല, ആദ്യം ഒരുത്തി ഞാൻ കെട്ടിയായിരുന്നല്ലോ. അല്ല, നിന്റെ ഉമ്മ എവളെ ഗർഭിണിയായിരുന്നപ്പോ ഇതുപോലായിരുന്നു, ഒരു ജോലിയും ചെയ്യാതെ മടി പിടിച്ചിരിക്കും. അപ്പൊ ഉണ്ടല്ലോ എന്റെ ഉമ്മ ഒരു ചൂലെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു മുറ്റം അടിച്ചു വാരാൻ. അങ്ങനെ പിന്നെ മുറ്റം അടിച്ചു വാരും, വീടിനകം അടിച്ചു വാരും, അടുക്കളയിൽ പാത്രങ്ങൾ കഴുകും, അരയ്ക്കും, ഇടിക്കും, പൊടിക്കും, അങ്ങനെ സകല പണിയും ചെയ്യും. അതുകൊണ്ടെന്താ, ദേ ഇരിക്കുന്ന ഈ മോളെ സുഖപ്രസവമായിരുന്നു. ആ ഇരിക്കുന്ന മോളാ ഇത്. മോളിവിടെ നിന്നോടി ഇല്ലേ വിളി? പിന്നല്ലാതെ പാപ്പ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഒരുപാട് ദിവസമായി വീട്ടിൽ വന്നേക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ തലക്ക് വിളി വരാത്തത്. ശാല, നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്നിട്ട് വാപ്പാടെ ഉമ്മാടെ മാമാടെ ഒക്കെ കാര്യം നോക്കി ഉമ്മാടെ കാല് ശരിയായിട്ട് നീ എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി, അപ്പൊ ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം. ഇപ്പൊ സന്തോഷമായില്ലേ നിനക്ക്? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. വണ്ടിയുടെ സൗണ്ട് ഒന്നും കേട്ടില്ലല്ലോ. അത് ഇവിടെ വന്നപ്പോ ഞാൻ പഴയ കാര്യം ഓർത്തിട്ടെ സൗണ്ട് ഉണ്ടാക്കാതെ വിളിച്ചും പാത്തുമാണ് ഇങ്ങോട്ട് വന്നത്. ഇതാണ് നിങ്ങളുടെ നാട്ടില് റെസ്റ്റ് എന്ന് പറയണത്. എടി, അവനവൻ തിന്ന പാത്രം മാത്രം കഴുകി വെച്ചാ പോരെ നമ്മുടെ വീട്ടില്? അത് ഭാരോടൊന്നും പറഞ്ഞല്ലേ നീ നിന്റെ വീട്ടിലേക്ക് റെസ്റ്റ് എടുക്കാൻ വന്നത്. ഇപ്പതേ വാപ്പാടെയും വാപ്പാടെ ഭാര്യയുടെ ആങ്ങളുടെയും എല്ലാവരുടെയും പണിയെടുത്തവളും മരിക്കാണ്. പിന്നെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഉടുക്കാൻ തുണിയില്ലാതെ ചിറ്റപ്പന്റെ വീട്ടിൽ വന്നപ്പോ ചിറ്റപ്പൻ പായും ചുറ്റി നിക്കണം. വാ പോവാൻ നോക്കാം. അയ്യോ, അങ്ങനെ അങ്ങ് പോവാൻ പറ്റില്ല. പിന്നെ ഇവിടെ എല്ലാരോടും പറയണ്ടേ? നീ പോയി പറഞ്ഞിട്ട് വന്നോ. ഞാനല്ല, ഇക്ക പറയണം. ഷാന, ഒന്നാമത്തെ നീ ചെയ്യണ ശരിയല്ല കേട്ടാ. നിന്റെ ഉമ്മ ഇവിടെ കാലൊടിഞ്ഞ് കിടക്കുമ്പോ പോകാന്ന് പറയണ. അതൊക്കെ വാപ്പ മാനേജ് ചെയ്തോളും. അതുകൊണ്ടല്ല ഇക്ക, ഞാനിവിടെ നിന്നാലേ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു തരവാ. ഞാൻ നുണയൊന്നും പറയൂല, നീ എന്തേലും പറയാം, നമുക്ക് പോകാൻ നോക്കാം. എന്റെ പൊന്നിക്കല്ലോ, ഒന്ന് പറ. എടി, നീയല്ലേ നുണ പറയാൻ മേടിക്കുക. അന്ന് ഗർഭിണിയാന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയ പോലെ എന്തേലും ഒരു നമ്പർ അങ്ങോട്ട് ഇറക്ക്. ഇത് അതുപോലല്ല, ഇക്ക പറ പ്ലീസ്.
ആ എന്തേലും പറയാ ചെല്ല്. എന്നാ വാ. അയ്യോ ഇതില് ഞാനില്ല. ഈ വാതില് കാണുമ്പോ മനുഷ്യന്റെ വയറ് കത്തേണ്. എന്തേ? എടി ഇവിടെ വെച്ചല്ലേ നിന്റെ വാപ്പ മുട്ടമ്പടിയായിട്ട് നമ്മളെ പിടിച്ചത്. പിന്നെ ഈ ഊരുമ്പോ വേദന എടുക്കത്തില്ലേ? എന്തൊരു വലിയ പേനാടി. ചക്കക്കുരുന്റെ അത്ര ഉണ്ട്. പിന്നെ എപ്പോഴും കേൾക്കാം പേ നോക്കണ എല്ലാരും പറയും ചക്കക്കുരുവിന്റെ അത്ര ഉണ്ട്, ചക്കക്കുരുവിന്റെ അത്ര ഉണ്ട്. അത്രയും വലിപ്പമുള്ളോണ്ടല്ലേ പറയുന്നേ. അല്ല കുമാരി, നിന്റെ തലയിൽ അങ്ങനെ ഇത്രയും പേൻ വന്നേ? എന്റെ തലയില് ഷാഹിനയുടെ തലയിൽ നിന്ന് കയറിയതായിരിക്കും. അതെങ്ങനെയാടി ഷാഹിനയുടെ തലേന്ന് നിന്റെ തലേ പേൻ കയറണേ? നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണോ കിടപ്പ്? അങ്ങനെയല്ല, ഈ അടുക്കളയിലൊക്കെ ഒന്നിച്ച് ജോലി ചെയ്യുമ്പോഴേ. എവിടെ? അടുക്കളയിലൊക്കെ ഒന്നിച്ച് നിൽക്കുമ്പോഴേ ചേച്ചി. അയ്യ, മേഡം അടുക്കള കയറിയിട്ട് എത്ര കാലമായി? ആ അടുക്കള കയറി ജോലി ചെയ്യുന്ന ആളെ. അമ്മേ, അവൾ എനിക്ക് ചായയൊക്കെ ആയിട്ട് റൂമിലേക്ക് വരില്ലേ, അപ്പൊ കേറും. പിന്നെ ചായ കൊണ്ടുവരുമ്പോഴേ അവളുടെ തലേന്ന് നിന്റെ തലയിലേക്ക് പേൻ പറക്കും. അല്ല, ഇനിയിപ്പൊ അപ്പുണ്ണിയുടെ തലയില് അപ്പുണ്ണിയുടെ പിന്നെ എവിടുന്ന് വരാനാ? എനിക്ക് മനസ്സിലായി അമ്മേ. മാള് സ്കൂളിൽ പോയിട്ട് വരുമ്പോ കൊണ്ടുവരണതാ. അത് ചിലപ്പോ ശരിയായിരിക്കും കേട്ടോ. സ്കൂളിൽ പോണ കുട്ടികളുടെ തലയിലൊക്കെ നിറച്ച് പേനാണ്. അവളെ ഒന്ന് പിടിക്കണം. ദേവികേ, എന്തോ തുളസിയുടെ ഇലയില്ലേ, അത് പറിച്ചിട്ട് തലമുടിയുടെ ഉള്ളിൽ ചുരുട്ടി ചുരുട്ടി വെച്ചു കൊടുത്താൽ മതി, നല്ലോണം പേൻ പൊക്കോളും. കേട്ടോ പറഞ്ഞത്? എടി നീ അവൾക്ക് ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ പറയണേ. അമ്മ ഇല്ലാന്ന്. അപ്പൊ ഇല്ലാന്നല്ല അമ്മ പറഞ്ഞത്. ഇവിടെ വാതിക്കെ തുളസി വേണ്ടത്ര ഇല്ലെന്നാ പറഞ്ഞത്. തൊടിയിലുണ്ട് തുളസി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ തൊടിയിൽ തുളസി ഉണ്ടെന്ന്. ഞാൻ ചെയ്തു തരില്ലേ? എന്തിനാ എല്ലാത്തിനും ഒരു തമാശ പറഞ്ഞാൽ ഇവിടെ ചില സമയത്ത് ഇങ്ങനെയോ. മാളൂന് വെച്ചോടത്തോളോ. അല്ല, എല്ലാരും അവിടെ ഉള്ളോണ്ടല്ലേ നീ ഒന്നും മിണ്ടാണ്ട് വേഗം ഇങ്ങോട്ട് ഓടിപ്പോകുന്നത്. ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടാൾ മാത്രല്ലേ ഉള്ളൂ. മോൻ പറഞ്ഞോ? ഞാൻ എന്ത് പറയാൻ? അല്ല, അവളെന്തിനാ മുഖം വെറുപ്പിച്ചിട്ട് അകത്ത് കയറി പോയത്? അത് എനിക്കറിയാമോ. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടി വന്നാണ് ഇങ്ങോട്ട് തൊണ്ടുണങ്ങിയിട്ട്. അല്ല, അപ്പൊ മജീദിന്റെ അവിടെ നിന്ന് വെള്ളം ചായ ഒന്നും കിട്ടിയില്ലേ? എന്റെ ദൈവം, ഇനി അതുമ്മ പിടിച്ച് കയറിക്കോ. അവളെന്താ മിണ്ടാത്തതെന്ന് എനിക്കറിയാമോ. അമ്മ പോയി അവളോട് ചോദിക്ക്. മനോഹരനാണല്ലോ. എന്താടാ? ആര്? എടാ, അതിന് ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്യണ ഞാനാണാ, നമ്മുടെ ഓഫീസിൽ നിന്നാണാ. നീ ആളുകളോട് വിളിച്ചു പറ. ഞാനിവിടെ ആയ വീട്ടിൽ പ്രശ്നങ്ങളായിട്ട് ആയ പിടുത്തം വിട്ട് നിൽക്കുകയാണ്. നീ ഞാൻ അപ്പ ഫോൺ ചെയ്യണ്ടാട്ടാ. എന്തുണ്ടായാലും അവിടെ നടന്നോട്ടെ. ഇന്നിഞ്ഞ് വിളിക്കണ്ട. എടാ, എന്താ ഉണ്ടായത്? അത് ആളുകൾ ഓഫീസിൽ വിളിച്ചിട്ട് ഉച്ചക്ക് കോമഡി പടം വേണ്ട, ത്രില്ലർ ഇടാൻ. ഇത് ഞാൻ എവിടെ നിന്ന് ഇടാനാണ്? അതല്ല ചെറുക്ക, പിന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? തല്ലുകൂടിയാ? ഞാൻ തല്ലുകൂടിയിട്ടൊന്നുമില്ല. ഞാൻ അവളുടെ വീട്ടിൽ ചെന്നപ്പോ തൊട്ട് അവൾ എന്നോട് മിണ്ടണില്ല. ഞാൻ 100 വട്ടം അവളോട് ചോദിച്ചു എന്താ പ്രശ്നം ഉണ്ടായത്, എന്തേലും ഒന്ന് പറയണ്ടേ. ഇവിടെ വണ്ടിക്ക് ഇവിടെ വരുന്നവരെ ഞാൻ അവളോട് സംസാരിച്ച് തിരിച്ച് എന്തെങ്കിലും ഒന്ന് പറയണമല്ല. എന്താ ഉണ്ടായെന്ന് എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെ ആലോചിച്ച കാര്യം മുഴുവൻ തീരും. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞ തന്നെ കാര്യം. അങ്ങനെയൊക്കെ ഉണ്ടാവോ? അങ്ങനെയല്ലാതെ പിന്നെ ഇതെന്താ? അതന്നെ, നമ്മളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവൂലോ. പിന്നല്ലാതെ. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാം പറയണതല്ലേ. എന്താ മക്കളെ, എന്താ പറയണ? അല്ലമ്മേ, അമ്മയ്ക്ക് സംഭവം പിടികിട്ടിയ? എന്താണ്? ഷാഹിനയുടെ കാര്യം. അത് ഞാൻ അമ്പിളിയോട് ചോദിച്ചു, അവനൊന്നും പറഞ്ഞില്ല. എന്താ സംഗതി? എന്നാ ഞാൻ പറഞ്ഞുതരട്ടെ. ഷാഹിനയുടെ വാപ്പ 2ാമത്തെ കല്യാണം കഴിച്ചല്ലോ. അവരോട് വഴക്ക് കൂടിയിട്ട് അവൾ ഇങ്ങോട്ട് വന്നേക്കണേ. ഏതാ? സുലുവിനോടാ? സുലുവോ? അമ്മയോട് പഠിച്ചതാ സുലു ഒരുമിച്ച്? അങ്ങനെയല്ലേ അവരുടെ പേര്? ഇപ്പൊ ഇവിടെ പേരാണോ വലിയ കാര്യം? നീ പറയ് അമ്മേ. അവരായിട്ട് വഴക്ക് കൂടിയിട്ട് അവൾ ഇങ്ങോട്ട് പോന്നേക്കണേ. അതല്ലേ നമ്മളോട് ഒരു അക്ഷരം മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയത്? അത് പറയ്. നല്ലോണം മനസ്സ് വിഷമിച്ചിട്ടാട്ടോ അവള് വന്നിരിക്കുന്നത്. പിന്നെ ഇവളെല്ലാം നേരിട്ട് കണ്ട പോലെയാണല്ലോ ഈ പറയുന്നേ. വിളിച്ചുമ്പോ ഓരോന്ന് ചുമ്മാ ഊഹിച്ച് പറയാമേ. പിന്നെ ഇങ്ങനത്തെ കാര്യമൊക്കെ നേരിട്ട് കാണണല്ലോ. അമ്മ ലോകത്തിൽ എവിടെയെങ്കിലും സ്വന്തം വാപ്പ 2ാമത്തെ കല്യാണം കഴിച്ച സ്ത്രീയുടെ കൂടെ ആരെങ്കിലും സന്തോഷമായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? അതില്ല. അതെ, ഇങ്ങനെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന കൊച്ചിനെ ഒന്ന് ഇനി അടുക്കള കയറ്റണ്ടേ ദേവികെ. ഇന്നത്തെ പണിയും കൂടെ നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് നോക്കിക്കോ മോളെ. അല്ല അമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അവളുടെ വിഷമം ഒരു ദിവസം കൊണ്ട് മാറുന്ന എനിക്ക് തോന്നണില്ല. അതെന്താ ഒരു ദിവസം കൊണ്ട് മാറാത്ത? അവളുടെ വിഷമം ഒരു ദിവസം കൊണ്ടൊക്കെ മാറും. ഈ ചേച്ചിക്ക് വലുത് അറിയാമോ?
ഞാൻ ആരോഗ്യലക്ഷ്മി മാസികയിൽ വായിച്ചതാ. എന്ത് ഷാഹിനയുടെ വിഷമം മാറൂലെന്നാ? ശ്ശോ, അതല്ല, ഈ രണ്ടാനമ്മമാരുടെ പീഡനം കൊണ്ടുണ്ടാവുന്ന മെന്റൽ ട്രോമ ഉണ്ടല്ലോ, അത് അത്ര പെട്ടെന്നൊന്നും മനുഷ്യർക്ക് മാറില്ല. ദേവിക ഇവളെന്തൊക്കെ വിളിച്ചു പറയണ? അതെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറുതെ ഇരുന്ന് ഓരോന്ന് കഴിച്ചോണ്ടിരിക്കുകയാണല്ലോ. അവക്ക് എന്ത് വിളിച്ചു പറയാലോ, അനുഭവിക്കുന്ന ഞാനല്ലേ. അമ്മ ഇവള് പറയുന്നൊന്നും കാര്യാക്കണ്ട, ഒരു ട്രോമയില്ല അവക്ക്. അമ്മ കാര്യാക്കണ്ട.